بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على نبيه الأمين ورسوله الكريم وعلى آله وصحابه الفائزين المجاهدين في سبيل الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد. പേജ് നമ്പർ 529 22 വരെ എടുത്തു. പേജ് നമ്പർ 529 സൂറത്ത് അൽ ഖമർ ആയത്ത് 23. പേജ് 529 സൂറത്ത് അൽ ഖമർ ആയത്ത് 23. ഫാനോ എ സി എന്തെങ്കിലും ഒന്നില്ലേ ഞാൻ മുടക്കൂല. കിട്ടിയോ? പേജ് 529 സൂറത്ത് അൽ ഖമർ ആയത്ത് 23. അപ്പൊ നമുക്ക് ആ സൂറത്ത് മുഴുവനായിട്ട് ഓതാം. ഇവിടുന്ന് 23-ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കദ്ദബത് തമൂദു ബിന്നുദുർ فقالوا أبشرا منا واحدا نتبعه إنا إذا لفي ضلال وسعر ألقي الذكر عليه من بيننا بل هو كذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر ونبئهم أن الماء قسمة بينهم كل شرب محتضر فنادوا صاحبهم فتعاطى فعقر فكيف كان عذابي ونذر إنا أرسلنا عليهم صيحة واحدة فكانوا كهشيم المحتضر ولقد يسرنا القرآن للذكر فهل من مدكر كذبت قوم لوط بالنذر إنا أرسلنا عليهم حاصبا إلا آل لوط نجيناهم بسحر نعمة من عندنا كذلك نجزي من شكر ولقد أنذرهم بطشتنا فتماروا نذر بالنذر ولقد راودوه عن ضيفه فتمسنا أعينهم فذوقوا عذابي ونذر ولقد صبحهم بكرة عذاب مستقر فذوقوا عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر ولقد جاء آل فرعون النذر كذبوا بآياتنا كلها فأخذناهم أخذ عزيز مقتدر أكفاركم خير من أولئكم أم لكم براءة في الزبر أم يقولون نحن جميع منتصر سيهزم الجمع ويولون الدبر بل الساعة موعدهم والساعة أدهى وأمر إن المجرمين في ضلال وسعر يوم يسحبون في النار على وجوههم ذوقوا مس سقر إنا كل شيء خلقناه بقدر وما أمرنا إلا واحدة كلمح بالبصر ولقد أهلكنا أشياعكم فهل من مدكر وكل شيء فعلوه في الزبر
وكل صغير وكبير مستطر إن المتقين في جنات ونهر في مقعد صدق عند مليك مقتدر. നമ്മള് നൂഹ് നബിയുടെ ജനതയെ പഠിച്ചു. ആദ് സമുദായത്തെ, ഹൂദ് നബിയുടെ സമുദായത്തെയും നമ്മൾ കണ്ടു. ഒരറ്റത്തുനിന്ന് ഇങ്ങനെ വൻ പോക്കിരിമാരുടെ, വലിയ അഹങ്കാരികളുടെ, കലാപകാരികളുടെ അവസ്ഥ ഇങ്ങനെ പറഞ്ഞു വരാണ്. ഇതിൽ മൂന്നാമത്തെ വിഭാഗം സമൂദ് ഗോത്രമാണ്. സൗദിയിൽ മദായിൻ സ്വാലിഹി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായം സമൂദ് ഗോത്രം ജീവിച്ചിരുന്നത്. ഇന്ന് അവിടേക്ക് വേറെയാണ് സ്ഥലപ്പേര്. അല്ലുലയും പിന്നെ വേറെന്തോ ഒരു സംഗതി കൂടി അവിടുത്തെ പേര്. ഏതായാലും മദീനയിൽ നിന്ന് 300 കിലോമീറ്ററോളം, മദീനയിൽ നിന്ന് 300 കിലോമീറ്റർ ദൂരത്താണ് അതുള്ളത്. മദീനയിൽ നിന്നൊരു 3 മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ എത്താം. 360 3 മണിക്കൂർ യാത്ര ചെയ്താൽ സുഖമായിട്ട് അവിടെ എത്താം. അപ്പൊ ഞാനത് പറഞ്ഞു വന്നത്, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഖുർആൻ പറയുന്ന കഥകൾ കേവലം കഥകളല്ല. മാക്കാന ഹദീസ യുഫ്തറ, കെട്ടുകഥകളല്ല. വലാകിൻ തസ്ദീഖ് അല്ലദീ ബൈന യദൈ, മനുഷ്യരുടെ മുമ്പിൽ നടന്ന, മനുഷ്യർക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞ, തലമുറകളായി സ്മാരകങ്ങൾ അവശേഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. ഇങ്ങനെ പറയാൻ, ഇതാ ഇന്നത് ഇന്നതാണെന്ന് പറയാൻ പറ്റുന്ന വേദഗ്രന്ഥത്തിലെ പ്രതിപാദ്യങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റേത് മാത്രമാണ്. ചരിത്രവും കാലവും കൃത്യമായി പറയുന്ന, സ്ഥലവും വ്യക്തികളെയും കൃത്യമായി പേരെടുത്ത് പറയാൻ കഴിയുന്ന കഥാകഥനം വേദഗ്രന്ഥങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ മാത്രമാണുള്ളത്. അതല്ലാത്തവയിലുള്ളതെല്ലാം നമ്മളൊന്ന് ആവർത്തിച്ച് ആലോചിച്ചാൽ കള്ളത്തരമാണ്, കെട്ടുകഥകളാണ്, ഭാവനയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതികളാണ്. ഏത് വേദഗ്രന്ഥത്തിലാണെങ്കിലും കാലമേതാണ് അറിയില്ല, നാടേതാണ് അറിയില്ല, അതിലെ കഥാപാത്രങ്ങൾ, ആ സംഭവിച്ച കഥയിലെ കഥാപാത്രങ്ങൾ ആരാണ് അറിയില്ല. അങ്ങനെ അറിയപ്പെടുന്ന ചില പേരുകളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് പലപ്പോഴും ദേവന്മാരും ദേവികളുമായിരുന്നു എന്നാണ്. ദേവന്മാരും ദേവികളുമായിരുന്നു എന്നാണ്. നേരെ മറിച്ച് ഇസ്ലാം ഒരു കഥ പറയുമ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇന്ന സ്ഥലത്തുണ്ട്. അതേത് കാലത്താന്ന് വെച്ചാൽ ഇത്രാമത്തെ വർഷത്തിൽ, ഇത്രാമത്തെ മാസത്തിൽ, ഇന്ന ദിവസം. അതിന്റെ ബാക്കി എന്താണ്, തെളിവെന്താന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി. ഈ സംഗതിയൊക്കെ അവിടെ പറഞ്ഞതാണ്, ഇതിലുള്ളതൊക്കെ അവിടെ കാണാൻ കഴിയും എന്ന് പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഖുർആനിൻ്റേത്, ഇസ്ലാമിൻ്റേത്. കാരണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട സംഗതി ഇരിക്കുന്നത്. ആളുകളെ തരിപ്പ് കയറ്റിയിട്ട് ഇളക്കി വിടുന്ന പരിപാടിയല്ല ഇസ്ലാമിലുള്ളത് എന്നർത്ഥം. കൃത്യമായി വസ്തുതകൾ ബോധ്യപ്പെടുത്തി, സൗണ്ട് ക്ലിയർ ഇല്ല, മാറണം അല്ലേ? കൃത്യമായി, ഇപ്പോഴോ ഇല്ല, ഓക്കെ. കൃത്യമായി വസ്തുതകൾ ബോധ്യപ്പെടുത്തി ചിന്തിക്കാൻ ആവശ്യപ്പെട്ട്, ഇപ്പോഴോ ഓക്കെ. കൃത്യമായി വസ്തുതകൾ ബോധ്യപ്പെടുത്തി ചിന്തിക്കാൻ ആവശ്യപ്പെട്ട് വേണ്ടുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളാം എന്ന് സധൈര്യം പറയുന്ന ഒരേ ഒരു വേദഗ്രന്ഥം. വിശ്വസിക്കുന്നവർക്ക് ഗുണങ്ങളുണ്ട്, തള്ളിക്കളയുന്നവർ അതിന്റെ ശിക്ഷയും അതിന്റെ ഭാവി പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാണാം, കേൾക്കാം, ബോധ്യപ്പെടാം, അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇതിലുള്ളത്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ജീവിച്ച നാട് മദായിൻ സ്വാലിഹ് അൽ-ഉല. അവിടുത്തെ ജനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്,
കപ്പൽ ഛേദത്തിന് ശേഷം, പ്രളയത്തിന് ശേഷം മനുഷ്യവാസമുണ്ടായിരുന്ന കപ്പലിലെ ആളുകളിൽ ഇറങ്ങി താമസിച്ച നാടുകളിൽ ഒന്നാണ് മദായിൻ സ്വാലിഹ്. അവരുടെ പിന്മുറക്കാരിലാണ് സ്വാലിഹ് അലൈഹിസ്സലാം ജീവിച്ചത്. ആ നാട്ടുകാർ വലിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ളവരായിരുന്നു, വലിയ ആർക്കിടെക്റ്റുകൾ അങ്ങനെ പറയാം അല്ലേ, വലിയ ആർക്കിടെക്റ്റുകളാണ്. നമ്മളുടെയൊക്കെ ചിന്തക്ക് ഇന്നും അത്ഭുതം കൊണ്ട് കൊള്ളുന്ന രൂപത്തിലുള്ള നിർമ്മിതികൾ അല്ലേ, കരിമ്പാറ കെട്ടുകൾ തുറന്ന് എന്തുകൊണ്ടായിരിക്കും തുറന്നിട്ടുണ്ടാകാം? നമ്മളെ B-52 ബോംബർ എങ്ങാനുണ്ടോ എന്ന്, JCB, നമ്മളെ ബ്രേക്കർ, ഒരു സംവിധാനമില്ല. മനുഷ്യൻ അവന്റെ ആരോഗ്യം ഉപയോഗിച്ച് കൈകൾ കൊണ്ട് അന്നത്തെ അവർക്ക് കിട്ടാവുന്ന ലഭ്യമായ പ്രാചീന ശിലായുഗം എന്നൊക്കെ പറയാവുന്ന കാലം, അവർക്ക് കിട്ടുന്ന ആയുധങ്ങൾ കൊണ്ട് അവർ പാറകൾ തുരന്ന് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഡൈനിങ് ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, ബെഡ്റൂം മുതലായ സകലമാന സംവിധാനങ്ങളും ഉണ്ടാക്കും. എന്ത് വെച്ചിട്ടാണ്? പാറ തുറന്നിട്ട്. ഇന്നും നിർമ്മാണ കലയിലെ, എഞ്ചിനീയറിംഗിലെ, വാസ്തുശില്പകലയിലെ അത്ഭുതമായി അവ നിലനിൽക്കുന്നു. അപ്പൊ അവർ നല്ല തലച്ചോറുള്ളവരാണ്, അതേസമയം അങ്ങേയറ്റത്തെ ആരോഗ്യമുള്ളവരുമാണ്. അതോടൊപ്പം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു സംഗതി കൂടി അവിടെ ഉണ്ടായിരുന്നു. അതെന്തറിയോ? സൂറത്ത് നംല് വായിക്കുമ്പോൾ അള്ളാഹു പറയും, ആ നാട്ടിൽ 7 കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടേഷൻ അല്ല പറഞ്ഞത്, തിസാത്ത് റഹത്ത് എന്ന് പറഞ്ഞ 7 തെമ്മാടിക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഇന്നത്തെ ഓമന പേരെന്താ? അല്ല, തിസാത്ത് റഹത്തിന്റെ 9 കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടായിരുന്നു. യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ. അതുകൊണ്ടാണ് ഞാൻ കൊട്ടേഷൻ എന്ന് പറഞ്ഞത്. അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായിരുന്നു, നന്നാക്കുന്ന ആളുകളായിരുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ എന്താ അവർക്ക് പേര്? കൊട്ടേഷൻ. അവർ സിർക്ക് ചെയ്തിരുന്നവരായിരുന്നു, കൊട്ടേഷൻ സംഘക്കാരായിരുന്നു, അങ്ങേയറ്റത്ത് തടിപിടിക്കുള്ളവരായിരുന്നു, മികച്ച ആർക്കിടെക്റ്റുകളുമായിരുന്നു. അവർക്കിടയിൽ അവരിൽ ഒരാളായി ജീവിച്ച മനുഷ്യനാണ് പേരുപോലെ തന്നെ നല്ലവരായിരുന്ന സ്വാലിഹ് അലൈഹിസ്സലാം. പേരന്നെ അങ്ങനെയാണല്ലോ അല്ലേ? അതൊരു വല്ലാത്ത അത്ഭുതാട്ടോ. ഏത്? അള്ളാഹു പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന പേരുകളുടെ പിന്നാലെ പോയാൽ പോലും മഹാത്ഭുതങ്ങളെ ബോധ്യപ്പെടും. നമുക്ക് മഹാത്ഭുതങ്ങളെ ബോധ്യപ്പെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അറേബ്യൻ ചരിത്രത്തിൽ 3 പേർക്കാണ് മുഹമ്മദ് എന്ന് പേരുണ്ടായിരുന്നത്. അവർക്ക് അങ്ങനെ ഒരു പേരില്ല, അവർക്ക് അങ്ങനെ ഒരു പേരിടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് ഇസ്മായിൽ നബിയുടെ കാലം മുതൽ, യഅ്റബ് ഇബ്നു കഹത്താന്റെ കാലം മുതൽ അദ്നാൻ വംശത്തിൽ 2 മുഹമ്മദ്മാരാണ് ഉണ്ടായിരുന്നത്. മൂന്നാമനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് കേട്ടപ്പോ അറബികൾ അത്ഭുതം കൂറിയിട്ട് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ച്, എന്താണ് താങ്കൾ പേരക്കുട്ടിക്ക് ഈ പേരിടാൻ കാരണം? അദ്ദേഹത്തിന്റെ നാവിലൂടെ വന്നത്, എന്റെ മകൻ ദുനിയാവിലും ആകാശലോകത്തും വാഴ്ത്തപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന. എന്താ മുഹമ്മദ് പറഞ്ഞർത്ഥം? വാഴ്ത്തപ്പെടുന്നവൻ, സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പേരേതാ? മുഹമ്മദ്. ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടുന്ന പേരേതാ? മുഹമ്മദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയാണ്? ഈ പേരിനില്ല സ്വഭാവ ഗുണം അല്ലേ? ലോകത്തെല്ലാ നന്മകളുടെയും പേര് തെരഞ്ഞാൽ ആരിൽ നിന്നാ കിട്ടുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ തിന്മകൾക്കുമെതിരെ പടപൊരുതിയ നേതാവിന്റെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമില്ലായ്മയിൽ ഒരു സമുദായത്തെ എല്ലാമാക്കിയ ഒരു മനുഷ്യന്റെ പേര് അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല സൈന്യാധിപൻ, ഏറ്റവും നല്ല ഭരണാധികാരി, ഏറ്റവും നല്ല ജഡ്ജി, ഏറ്റവും നല്ല നേതാവ്, ഏറ്റവും നല്ല കുടുംബനാഥൻ, ഏറ്റവും നല്ല മകൻ, ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല സഹോദരൻ, ഏറ്റവും നല്ല അയൽക്കാരൻ, ഏറ്റവും നല്ലത് എന്ന് ലോകത്തിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയെ കുറിച്ച് പരിശോധിച്ചാലും അവിടെ അവസാനിപ്പിക്കാൻ കഴിയുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അതോടുകൂടിയാണ് അള്ളാഹു പറഞ്ഞത്, അയ്യുഹൽ ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ളവനാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
മലായിക്കത്ത് അദ്ദേഹത്തിന് മംഗളാശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുവീൻ, നബിക്ക് സലാം പറഞ്ഞുകൊണ്ടേയിരിക്കുവീൻ എന്ന് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വാലിഹ് എന്ന പേരിന്റെ അർത്ഥം തന്നെ സച്ചരിതൻ, നല്ലവൻ, മാതൃകായോഗ്യൻ എന്നാണ്. ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ചിലടത്ത് പറയുന്നു വക്കാനു യദ്ഊനനാ റഹബൻ വറഗബ വക്കാനു ലഹ ആബിദൂൻ എന്നതുപോലെ സ്വാലിഹൂൻ, അവർ നല്ലവരായിരുന്നു, സ്വാലിഹുകളായിരുന്നു എന്ന് പറയും. അപ്പോ എല്ലാ തെമ്മാടിത്തരങ്ങളുമുള്ള ഒരു നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ അത്ഭുതകരമായ ഒരു പേരും അത്ഭുതകരമായ ഒരു സ്വഭാവവുമായി വളർന്നു വരും. അതാര് പറഞ്ഞറിയോ? കൂട്ടി വായിക്കട്ടെ. ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ബഹുമതി നാമങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പേരെന്താന്ന് അറിയുന്നത്? അൽ അമീൻ എന്നതാണ് അല്ലേ. അത് ആര് കൊടുത്തതാ? ഉമ്മയും വാപ്പയും വിളിച്ച പേരാ? വല്യാപ്പയും കുടുംബക്കാരും വിളിച്ച പേരാ? അല്ല, നാട്ടുകാർ വിളിച്ച പേരാ അല്ലേ. ആ നാട്ടുകാരെങ്ങനെയാണ്? സർവ തമ്മാടിത്തരങ്ങളുള്ള മനുഷ്യന്മാരാ. അവരാണ് ഈ കുട്ടിക്ക് ആര് പേരുള്ളത്? അല്ലമീൻ. എന്താ കാരണം? അദ്ദേഹത്തിന്റെ ജീവിതം കുഞ്ഞുനാൾ മുതൽ, ജനനം മുതൽ അങ്ങനെയാണ് അല്ലേ. അതുപോലെ തന്നെ സ്വാലിഹ് നബിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരെയാണ്? സ്വാലിഹ് നബി അലൈഹി സ്വലാം പിൽക്കാലത്ത് പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ആളുകൾക്കിടയിൽ അതിങ്ങനെ സംസാരമായിട്ട് നേതാക്കന്മാർ പലരും നെറ്റിച്ചുളിക്കുകയും അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കൂട്ടത്തിൽ അവർ പറഞ്ഞു, യാ സ്വാലിഹു ഖദ് കുന്ത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ. സ്വാലിഹ്, നീ ഈ വർത്താനം പറഞ്ഞിട്ട് വരുന്നതിന്റെ മുമ്പ് ഇത്ര നല്ല മനുഷ്യനായിരുന്നു. ഖദ് കുന്ത ഫീനാ മർജൂവൻ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മർജൂവ് വേണ്ടപ്പെട്ടവനായിരുന്നല്ലോ. ഖബ്ല ഹാദാ, ഇത് പറഞ്ഞു വരുന്നതിന്റെ മുമ്പ്. ഇപ്പൊ പ്രവാചകന്മാരുടെ വ്യക്തിത്വത്തെ കളവാക്കാൻ ഒരു കാലത്തും ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അവർ എന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ബൽക്കാലു അദ്ഗാസു അലാമിൻ ബൽ ഷായിറുൻ ബൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പേക്കിരാവാണ്, കള്ളനാണ്, ഭ്രാന്തനാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിലും അവർക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. അത് നിൽക്കക്കള്ളില്ല, ഇത് പറഞ്ഞതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, അവർക്ക് താങ്കളുടെ വ്യക്തിത്വത്തെ അപമാനിക്കാൻ കഴിയില്ല. പിന്നെ അവരത് ചെയ്യുന്നത് വലാകിന്ന ളാലിമീന ബി ആയാത്തില്ലാഹി യജ്ഹദൂൻ, എന്റെ നിയമങ്ങളോടുള്ള ധിക്കാരം കൊണ്ട് താങ്കൾക്കെതിരെ തിരിയുന്നതാണ്. അത് വല്ലാത്തൊരു വിഷയമല്ലേ. ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങൾ പഠിക്കേണ്ട സംഗതി എന്താ? നമ്മുടെ ആദർശം എത്ര രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞാലും നമ്മളിൽ മനുഷ്യത്വപരമായ നന്മകളുണ്ടെങ്കിൽ ആ നന്മകൾ ആ വ്യക്തി എക്കാലവും നാട്ടിൽ സ്വീകാര്യനായിരിക്കും. നമ്മൾ പറയുന്നത് എത്ര നല്ല കാര്യമായിട്ടും അത് എത്ര സ്നേഹത്തോടെ, ലാളനയോടെ, ആദരവോടെ, ബഹുമാനത്തോടെ നമ്മൾ പറഞ്ഞിട്ടും ആളുകൾ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടായിരിക്കും അറിയോ? ഞാൻ ഇപ്പം പോരുമ്പോൾ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞോളൂ, പള്ളിക്ക് ജമാഅത്ത് ആളുകൾ വരുന്നില്ലാന്നുണ്ടെങ്കിൽ, കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ്? ആളുകൾക്ക് ഈമാൻ കുറഞ്ഞു എന്നാ? ആളുകളൊക്കെ നിസ്കാരം നോമ്പ് നിർത്തിനാ? അവർ വേറെ ഏതെങ്കിലും പള്ളി പോകുന്നുണ്ടാവും. ഇവിടേക്ക് വരാത്ത എന്താ? ഇവിടുത്തെ ഖത്തീബിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും, അയാളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഇമാമിന്റെ, അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരുടെ പെരുമാറ്റത്തിലെ മോശം കൊണ്ടാണ് അവർ മാന്യതയുള്ള മറ്റിടത്തേക്ക് പോകുന്നത്. ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും, നബി തങ്ങളെ അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് താങ്കൾ വളരെ ലോലഹൃദയനാകുന്നു, വിനയമാനാകുന്നു. താങ്കളെങ്ങാനും ഒരു പരുഷഭാവിയായിരുന്നുവെങ്കിൽ, ഖലീലൽ ഖൽബി, ഒരു കഠിന മനസ്കനായിരുന്നുവെങ്കിൽ, ലം ഫല്ലു മിൻ ഹൗലിക്, ആളുകൾ താങ്കളുടെ ചുറ്റുപാടുകളിൽ നിൽക്കാൻ കൂട്ടാക്കുകയില്ല, ഓടിയകലും. എന്താ നമ്മൾ വിളിച്ചിട്ട് ആളുകൾ വരാത്തത്? സംഗതി ഓൻ പറഞ്ഞൊക്കെ കാര്യം പറയണത് ഓനാവുകൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് അല്ലേ.
5 നേരം നിസ്കരിക്കുന്നത് നിസ്കാര ടൈമൊക്കെ കണ്ടാൽ നല്ല മനസ്സിലാ, പക്ഷേ വിശ്വസിക്കാൻ കഴിയൂല എന്നാണെങ്കിൽ ഞാൻ കിട്ടിയ ചാൻസ് പറഞ്ഞതാ. കതു കൊന്ത ഫീന മർജുവൻ ഖബല ഹാദാ. അപ്പോ അവർക്കിടയിലേക്ക് സമൂത് ഗോത്രത്തിനിടയിലേക്ക് ഒരാൾ പ്രവാചകനായി നിയോഗിക്കപ്പെടും. ആ വ്യക്തി അവർക്ക് ചിരപരിചിതനാണ്, അവർക്കിടയിൽ ജനിച്ചു വളർന്നവനാണ്, അവർക്കിടയിൽ അവരിലൂടെ സാമൂഹ്യ ജീവിതം നയിച്ചവനാണ്, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവനാണ്. അവിടെയൊന്നും അദ്ദേഹത്തിന് ഒരു തകരാറും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ കദ്ദബത്ത് സമൂദ് ബിൻ നുദുർ, അവർക്ക് ആകെ പ്രശ്നമുണ്ടായത് ഇപ്പോക്ക് പോയാൽ ജനങ്ങളെ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന താക്കീതിനെയാണ്. കദ്ദബത്ത് സമൂദു ബിൻ നുദുർ, നുദുർ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, അതാണ് അവരെ കോപിഷ്ഠരാക്കിയത്. വാപ്പാനോട് എന്ത് സ്നേഹ മക്കൾക്ക് നോക്കാണി. എപ്പോഴാ മക്കളുടെ മുഖം ചൊടിക്കല്? എപ്പോഴാ മക്കൾ ഉമ്മാർക്ക് നേരെ തിരിയല്? നിസ്കരിക്കാൻ പറഞ്ഞാൽ അല്ലേ? പാപ്പ ടൂർ പോകല്ലേ എന്ന് വെച്ചാലോ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ചാടി കയറി നിൽക്കാൻ ആളുണ്ടാവും അല്ലേ? കല്യാണത്തിന് പോകല്ലെന്ന് വെച്ചാലോ കോഴി ബിരിയാണി വെക്കല്ലെന്ന് വെച്ചാലോ എല്ലാം റെഡിയാ. ഇവിടെ ആകെ തർക്കം. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, വിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് ചേർത്ത് വെച്ച് വായിച്ചാൽ അതൊരു കഥയായോ ചരിത്രമായോ ആ കാലഘട്ടത്തിലേക്ക് മാത്രം ഒതുക്കി നിർത്തിയാൽ അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. നേര് പറയുമ്പോൾ, സത്യം പറയുമ്പോൾ തിരുത്തി കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരേ ഒരു സംഗതിയുടെ പേരെന്താ അറിയോ? ഉപദേശം അല്ലേ? കുറച്ചോരെ ഇരിക്കുന്ന അത്ഭുതം തോന്നിയ സംഗതി എന്താ അറിയോ? നിങ്ങളെ കുറ്റൊന്നല്ല കേട്ടോ. ഉച്ചക്കൊരു കല്യാണം കഴിഞ്ഞിട്ട് പെരും മഴയാണ്. ആ മഴയത്ത് നിന്ന് ഒരു വിധം ചാടി കേസിലായിട്ട് വണ്ടി കയറിയിട്ട് കൂട്ടുകാർ 2 ആളുണ്ട്. വണ്ടി ഒരു 100-150 മീറ്റർ ഇങ്ങോട്ട് പോന്നപ്പോ മഴ പോവുകയും ചെയ്ത്. ഇപ്പത്തെ മഴ അങ്ങനെയാണല്ലോ. ഒരു കാറിന്റെ പുറത്ത് ഡോറ് തുറന്നിട്ട് ഒരു ബർമുടയും ഒരു ടീഷർട്ടും ഇട്ടിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണത് ഞാൻ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചില്ല. വളരെ കുച്ചപ്പക്കച്ചക്കന്മാരായിരിക്കും ചോദിച്ചു. പക്ഷെ പറഞ്ഞു വന്നപ്പോ ബാക്കിലിരിക്കുന്ന ആള് പറഞ്ഞ് അതാ എൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ ഈയെന്ന് വിളിക്കാൻ പറ്റുന്ന ആളാ എൻ്റെ കൂടെ ഉള്ളത്. ആരെന്ന് ചോദിച്ചു. ആളെ പേരും പറഞ്ഞു. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാ. വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങാടിയിൽ ബർമുടയും ടീഷർട്ടും. ഞാൻ തലി കൈവച്ച് തിരിഞ്ഞു നോക്കിയ മൂപ്പരന്നെയാണെന്ന് തോന്നിയാൽ എനിക്ക് എന്ത്, മൂപ്പർ എന്നെ കാണുകയും ചെയ്താൽ ആകെ എന്റെ മാനം പോവും. വിട്ടുവിടുകയും ചെയ്യും. ഇന്നെന്താ സംഭവം ആളെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് രഹസ്യമായിട്ട് ചോദിച്ചാൽ പാടില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. ഈ ലോകം, ചുറ്റുപാടുകൾ മുസ്ലിങ്ങൾ എന്ന രൂപത്തിൽ നമ്മളിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് അല്ലേ? സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും വസ്ത്രധാരണത്തിലും ഉൾപ്പെടെ അയാളങ്ങനെ ചെയ്യൂല, അയാളത് പറയൂല, അയാളവിടെ ഉണ്ടാവൂല, അയാളങ്ങനെ ചിന്തിക്കൂല എന്ന് പൊതുജനം ചിന്തിക്കുന്ന കാണുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നിലനിർത്താൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മളെ ആളുകൾ അംഗീകരിക്കുക. അത് നിലനിർത്താൻ നമുക്ക് കഴിയാതെ പോയിട്ട് പിന്നെ നാം മെമ്പർക്ക് കയറിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ആർക്കും അതിന് വില ഉണ്ടാവില്ല. പഠിച്ചോൻ അത്രയും വില ഉണ്ടാവില്ല. രാജുഹല്ലതിന് ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ അല്ലേ? അതഅ്മുറൂന നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും വഅൻതും തത്ലൂനൽ കിതാബ്. ഇന്നെയാണ് അടിക്കുന്നത്, നിങ്ങളല്ല. ഈ കൂട്ടത്തില് അതഅ്മുറൂന നാസ ബിൽ ബിർരി, നീ ജനങ്ങളോട് നന്മ പറയുന്നവൻ, വതൻസൗന അൻഫുസക്കും, ആ നന്മ നിന്റെ കാര്യത്തിൽ നീ മറന്നു, ചെയ്തിട്ടില്ല.
വാന്തു തത്ലൂനൽ കിതാബ്, നീ നിരന്തരമായി വേദം പാരായണം ചെയ്യുന്നവനാണ്. അഫലാ തഅഖിലൂൻ, ഇത് ശരിയാണോ മനുഷ്യന്മാരെന്ന് ആലോചിച്ച് നോക്കൂടെ? ആരോടാ? നമ്മുടെ മുഅ്മിനീങ്ങളോടാ. അള്ളാഹ്ക്കറിയാം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ത് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ത്. റസൂലിന്റെ ശത്രുക്കൾക്ക് പോലും അറിയാം മുഹമ്മദ് ചെയ്യാത്ത കാര്യങ്ങൾ. അവിടെ അവിടെ അദ്ദേഹത്തിന് ആ കുട്ടി അവിടെ ഉണ്ടാവില്ല. ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ കുട്ടിയെ പറ്റി ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ശരി ഞങ്ങൾ അംഗീകരിക്കൂല, അയാൾ അത് ചെയ്യില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ബോധ്യപ്പെടുന്ന അഭിപ്രായം ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? ശത്രുക്കൾക്കായിരുന്നു. കാണാൻ പാടില്ലാത്തിടത്ത് നമ്മൾ കാണപ്പെട്ടാൽ പിന്നെ നമ്മൾ ഈ പണി നിർത്തണമെന്നല്ലേ അല്ലേ? അപ്പോ കദ്ദബത്ത് സമൂദ് ബിന്നുദുർ, എത്ര നല്ലവനായാലും ആളുകൾക്കിടയിൽ നമ്മളെ കുറിച്ച് എത്ര മതിപ്പുണ്ടായാലും നമ്മൾ പറഞ്ഞതൊക്കെ കൂടെ അവർ അംഗീകരിച്ചോളണമെന്നില്ല, ശത്രുക്കളാവും ചെയ്യും. പക്ഷെ നമ്മളിൽ തന്നെ മോശപ്പെട്ട സംഗതികൾ ഉണ്ടായാലോ അത് ശരിയല്ല, അത് പാടില്ല. അപ്പൊ അവർ താക്കീതുകളെ കളവാക്കി. അതിന് കാരണം പറഞ്ഞെന്താ അറിയോ? ഫഖാലു അബശറൻ മിന്നാ വാഹിദൻ നത്തബിഉഹു. ബശർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് ഇവിടെ അർത്ഥം. സാധാരണ തൊലിക്കാണത് പറയാ. വിശുദ്ധ ഖുർആനിൽ ബശർ എന്ന് ഉപയോഗിച്ചതൊക്കെ മനുഷ്യനാ. തൊലിക്ക് ജിൽദ് ജുലൂദ് എന്നാ ഉപയോഗിച്ചത്. ഇന്നമാന ബശറൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലൊരു തൊലിയാണെന്നല്ലല്ലോ, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. അവിടെയാണ് ശത്രുക്കൾ എക്കാലവും പിടിച്ചത്. അള്ളാഹുവിന്റെ അടുത്ത് വഴി കിട്ടുന്നൊക്കെയാണ് ഇപ്പൊ ഇയാള് പറയണത്. മലക്ക് വരുന്നുണ്ട് എന്നൊക്കെയാണ് ഇയാള് പറയണത്. മലക്കുകൾ കാണുന്നുണ്ടെന്നൊക്കെ ഇയാള് പറയുന്നു. മരിച്ചു പോയാൽ അത് സംഭവിക്കും ഇത് സംഭവിക്കും എന്നൊക്കെ ഇയാള് പറയണം. അതപ്പോ നമുക്കിതൊന്നും അള്ളാഹിനെ കാണാൻ പറ്റില്ലല്ലോ, അള്ളാഹിന്റെ അടുത്ത് നമുക്ക് വരുന്നത് കിട്ടണില്ലല്ലോ, നമ്മളിങ്ങനെ മലക്കുകളൊന്നും കാണില്ലല്ലോ, മരിച്ചു പോയത് സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അബശറും മിന്നാ വാഹിദുൻ, നമ്മളെ കൂടെ നമ്മളെ പോലെ ജീവിക്കുന്ന നമ്മളിൽ ഒരാൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയാൻ എന്താണ് കാരണം? അത് പറ്റൂല, അത് അംഗീകരിക്കാൻ പറ്റൂല. ബശറും മിന്നാ വാഹിദൻ നത്തബിഉഹു, നമ്മളെപ്പോലുള്ള ഒരാളെ പിന്തുടരുക എന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പ്രശ്നം അവിടെയാണ്. താടിയും തലപ്പാവും ഒക്കെ ഉള്ള ഒരാളെ, കുറച്ച് പ്രായമായ ഒരാൾ പറഞ്ഞാൽ അംഗീകരിക്കുന്ന ഒരു കാര്യം നമ്മളെ പേരക്കുട്ടി പറഞ്ഞാലും മകൻ പറഞ്ഞാലും അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതിന്റെ പിന്നിലുള്ള ഛേദോവികാരവും അത് തന്നെയല്ലേ? ആണോ അല്ലേ? അതുകൊണ്ടല്ലേ ഉമർ മൗലവി സെൽസബീലിന്റെ മുദ്രാവാക്യമായി എഴുതിയത് ആളെ നോക്കണ്ട തെളിവ് നോക്കുക. ആളെ നോക്കണ്ട തെളിവ് നോക്കുക. നമ്മളിൽപ്പെട്ട ഒരാള് നമ്മളോട് ചിലതൊക്കെ പറയാൻ കഴിയുന്നവനായി തീരുക എന്നത് സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുകയല്ല വേണ്ടത്, സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത് അല്ലേ? എടത്തനാട്ടുകരയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് നിങ്ങളെ ഉപദേശിക്കാൻ വന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളുടെ മകനോ പേരക്കുട്ടിയോ ഈ മിമ്പറിലേക്ക് ഈ മിമ്പറിലേക്ക് കയറി നിൽക്കാൻ പറ്റിയാൽ നമുക്ക് അഭിമാനമാണോ അതോ അപമാനമാണോ ഉണ്ടാവുക? നമുക്ക് അഭിമാനം ഉണ്ടാവണം. ശത്രുക്കൾ പലപ്പോഴും പറഞ്ഞത് തിരിച്ചാണ് എന്നർത്ഥം. നമ്മളെപ്പോലെ ഒരാളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഫഖാലു ബശറും മിന്നാ വാഹിദൻ നത്തബിഉഹു ഇന്നാ ഇദൻ ലഫീ ളലാൽ. അങ്ങനെയാണ് നമ്മൾ വഴിപേച്ചു. വസ്ഉർ, നമ്മളേതോ വിഭ്രമത്തിൽ പൊട്ടത്തരത്തിൽ ഭ്രാന്തിൽ അകപ്പെട്ടവനെ പോലെയാകും, അടങ്ങിയിരിക്കാൻ കഴിയില്ല. അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ട്. ഫഖാലു മാ ലിഹാദർ റസൂൽ യഅകുലു ത്വആം വയംശി ഫിൽ അസ്വാഖ്. ഇതെന്ത് നബിയാണ്? നമ്മൾ കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുക, അങ്ങാടി കൂടി അങ്ങനെ നടക്കുക, ഇതെന്ത് നബിയാണ്? ഇത് പറ്റൂല. പിന്നെ അവർ പറഞ്ഞതുപോലെ മലക്കുകളുമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, കാന ഫിൽ അർളി മലായികത്തു യംശൂന മുത്മഇന്നീൻ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂലാ.
നിങ്ങളെപ്പോലെ നാട്ടുകൂടി ഇങ്ങനെ നടക്കാൻ മലക്കുകൾക്ക് പറ്റുമായിരുന്നുവെങ്കിൽ ഞാൻ മലക്കിനെ തന്നെ നബിയാക്കുമായിരുന്നു. നടക്കാൻ പറ്റിയിട്ടാണ്, അവർക്ക് നടക്കാൻ പറ്റിയിട്ടല്ല, നമുക്ക് അവർ കാണാൻ പറ്റിയിട്ട. എന്നിട്ടന്ന് സൂറത്ത് അൻആം ഒന്നും പറഞ്ഞ് വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു ബശറ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. ഒരു മലക്കിനെ ഞാൻ നബിയാക്കി, പക്ഷെ ആ മലക്കിനെ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ അയാൾ മനുഷ്യനാവണല്ലോ, എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇജ്ജ് മലക്കാന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിക്കൂലേ? അല്ല, അപ്പൊ ഇജ്ജ് മലക്കാന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ഇങ്ങോട്ട് ചോദിക്കൂലേ? നിങ്ങൾക്ക് അപ്പോഴും ഈ ഒരു സംശയം ബാക്കി നിൽക്കും. മൂന്നാമത്തത് മുഫസ്സിറുകളൊക്കെ പറഞ്ഞത്, അള്ളാഹു മലക്കിനെ മനുഷ്യരൂപത്തിൽ തന്നെ നമ്മുടെ കൂടെ നബിയായി നിയോഗിച്ചു. ആ നബി, അതായത് മലക്കായ നബി, മനുഷ്യരൂപത്തിൽ വന്ന മലക്കായ നബി വൈകുന്നേരമോളം നോമ്പെടുത്ത് ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഇതാ ഞാൻ നോമ്പെടുക്കണത് പോലെ നിങ്ങൾ നോമ്പെടുക്കണം. നമ്മളെന്താ അറിയാ, അവന്റെ ചങ്ങാഴ്ച മലക്കല്ലേ, അനക്കൊരു പകലല്ല വൈകുന്നേരം നേരം വെളുക്കോളം മരിക്കോളം ഭക്ഷണം വേണ്ടല്ലോ, അതിപ്പോ എങ്ങനെ ഞങ്ങൾക്ക് പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കൂലേ? അപ്പൊ നമുക്കിടയിലേക്ക് മനുഷ്യ പ്രവാചകനായി വരേണ്ടത് ആരാ? നമ്മളെപ്പോലെ ഒരാൾ, മനുഷ്യൻ അല്ലേ? ആ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിന് അപ്പുറത്ത് നിന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴലില്ലാത്തവനാണ് എന്നിങ്ങനെയുള്ള അത്ഭുത കഥകൾ ഈ സമുദായത്തെ പഠിപ്പിച്ചത്. ഈ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ സത്യത്തിൽ ആരാണ്? മലക്കുകൾ. ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. വഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ വഖുലിഖ ആദമു മിമ്മാ വസിഫ ലക്കും. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു മലക്കുകൾ, തീജ്വാല കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ ജിന്നുകളും, ആദമാവട്ടെ മണ്ണുകൊണ്ടും എന്ന്. അപ്പൊ നബി പ്രകാശമാണെന്ന് പറഞ്ഞാൽ എന്താണുള്ളത്? ആരായിപ്പോയി? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരസ്യമായി അങ്ങനെ ഒരു പാടില്ല, ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞ ഒരു സംഗതിയാണ്. ആദിയിൽ ഒളിയായിരുന്നു, പിന്നീട് അത് വെളിവായി എന്ന് വന്നത്. മലയാളത്തിൽ അങ്ങനെയാണ്, ആദി ഒളിവായി അതുതാൻ വെളിവായി, അതു പിന്നെ ആദമായി വന്നു വെളിവായി, അമ്പിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്തതു തന്നെ വന്നു. പിടിച്ചേക്ക് ക്ലിയറല്ലേ? ആദി ഒളിയായി അതൂതാൻ വെളിവായി, അതു പിന്നെ ആദമായി വന്നു വെളിവായി, അമ്പിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്തതു തന്നെ വന്നു, അതു നിലക്കും നാളു ലോകാവസാനം എന്നൂടി. താവട്ടിയൊക്കെ എവിടുന്ന് വന്നറിയോ? പണ്ട് നമ്മളാ അങ്ങോട്ട് വായിച്ചാൽ നബീസാദ്, ഇങ്ങോട്ട് വായിച്ചാൽ സബീസാണ് കിട്ടുന്ന സാധനം അല്ലേ? തലക്കിടി വെച്ച് നമ്മ പുറപ്പെട്ട് ചന്ദനത്തിരി അപ്പുറത്ത് കത്തിച്ച് വെച്ച് ഭവ്യമായിട്ട് ഇരുന്നിട്ട് ഓതിയൊരു സാധനമല്ല മങ്കൂസ് മൗലൂദ്. എന്താണ്? അവലുമാ ഖലഖല്ലാഹു തആല നൂരി ഫലമ്മാ അറാദല്ലാഹു ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അൽഖാ ദാലിക നൂറു ഫീ തീനതിഹി ഫലം യസൽ യൻഖുൽ മിൻ അൽ അസ്ലാബിൽ ഫാഖിറതി ലിൽ അർഹാമി താഹിറ ഹത്താ അഖറജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ ഖത്തു സല്ലല്ലാഹു. ഇതാണ് ജവാബ് പാടിയ ആൾക്കാർ ഇവിടെ അല്ലേ? ഇങ്ങനത്തെ അല്ലേ ഈ പ്രസംഗം? എന്താ സംഗതികള്? അവലുമാ ഖലഖല്ലാഹു തആല നൂരി. ഞാൻ പണ്ട് ഖുറാഫി ആയിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇയാളത് പഠിച്ചു നോക്കാം, നമ്മൾ ഖുറാഫി ആയിട്ടില്ല. പിന്നെ വെച്ചാൽ നമുക്കിത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇസ്ലാം എത്രമാത്രം സത്യമാണെന്ന് അറിയണമെങ്കിൽ അതിനപ്പുറത്തുള്ളത് എന്താണ് എന്ന് അറിയുമ്പോഴേ മനസ്സിലാവും. അവലുമാ ഖലഖല്ലാഹു റുവിയൻ അബീ ഹുറൈറ അല്ലേ? അവലുമാ ഖലഖല്ലാഹു തആല നൂരി. അള്ളാഹു ആദ്യമായി പഠിച്ചത് എന്റെ ഒളിയാണ്, എന്റെ പ്രകാശമാണ്. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ. പിന്നീടാണ് ആദമിനെ അള്ളാഹു പഠിച്ചത്.
അങ്ങനെ ആദമിനെ അള്ളാഹു പടച്ചപ്പോൾ എന്റെ ഒളിയെ ആദമിനെ കുറപ്പാൻ ഉപയോഗിച്ച മണ്ണിലിട്ട് അള്ളാഹു കുഴച്ചു. കായ് കൊടുക്കുമ്പോ അതിന്റെ അർത്ഥം കൂടെ ഒന്ന് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം മോമിനിങ്ങളെ. എന്തിന്? പൊരിച്ച കോഴിയും നെയ്ച്ചോറിനും പണ്ട് ഇപ്പൊ എന്താണ് അതിന്റെ അപ്പുറേക്കരം പള്ള നിറച്ച് പൈസയും ടോർച്ച കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല. സമുദായത്തിന്റെ നേതാക്കന്മാർക്ക് കൊടുക്കാണ് അല്ലേ? ഒരു 500 റുപ്യെങ്കിലും വാപ്പാന്റെ പവറുമ്പോ ഫാത്തി ഓതിനോട് കൊടുക്കണമെന്ന് മൊയ്ലേരാ പറഞ്ഞത് അല്ലേ? മറ്റേ ചങ്ങായി പറഞ്ഞത് ചെലവ് ഞങ്ങൾക്കല്ല നിങ്ങൾക്കാണെന്നാ. ആര്? റഷീദ് സക്കാഫി വട്ടപ്പിരിയം. സുന്നിയായ ചെലവുണ്ടാകുന്ന ആർക്ക ചെലവ് നിങ്ങൾക്കും ഇരിക്കോ? നിങ്ങൾ പറയില്ല മൊയ്ലേര ചെലവാന്ന്. മൊയ്ലേർക്ക് ഒരു ചെലവില്ല. മൊയ്ലേർക്ക് എന്താണ്? വരവാണ്. ചെലവാർക്കാ? ചെലവ് സമുദായത്തിലാ അല്ലേ? അപ്പോ ആ മണ്ണിലിട്ട് ഇത് ഈ ഒളി കൊഴിച്ചു. ഫലം യസൽ യൻകുൽ മിനൽ അർഹാമിൽ മിനൽ അസ്ലാബിൽ ഫാഖിറത്തിൽ അർഹാമിൽ ഫാഖിറ. പിന്നീട് അതങ്ങനെ ബഹുമാന്യമായ മുതുകുകളിലൂടെയും ആദരണീയമായ ഗർഭപാത്രങ്ങളിലൂടെയും മാറി 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 മറിഞ്ഞ് മറിഞ്ഞ് അങ്ങനെ വന്നു. ഹത്താ യൽതഖി അല്ലാഹു ഹത്താ അഖറജനി അല്ലാഹു മിൻ ബൈനി അദ്ബവയ്യാ. ആ ഒളിയാണ് എന്റെ മാതാപിതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്നും മുതുകല്ലിൽ നിന്നും ഒളി ഞാനായി പുറത്തു വന്നത്. ഏത്? ആദിയൊളിയായി. ഇനി വാക്യപ്പാട്ട് ഞാൻ പാടണ്ടല്ലോ. ഇത് എവിടുന്ന് വന്നാലും ഞങ്ങള് എവിടുന്ന് വന്നതാ? ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടൊപ്പമായിരുന്നു. വചനം ദൈവമായിരുന്നു. ഞാനാണ് ആ വചനം. അവിടെ ഉണ്ട് ബൈബിൾ. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൻ ലദഖൽതും ഫീ. മുൻ സമുദായങ്ങളുടെ ചീത്തചര്യകളെ നിങ്ങൾ അതേപടി പിന്തുടരും. കൂട്ടി വായിച്ചു നോക്കി. എന്തിനാണ് നമ്മൾ ബാക്കിയെല്ലാം കൂടി പഠിക്കണമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് എന്റെ സത്യം. നമ്മുടെ പ്രാർത്ഥന എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആരായി വലദ്ദാല്ലീൻ എന്നുള്ളത് വിട്ട്? മൻഹും യാ റസൂലല്ലാഹ് അഹുമുൽ യഹൂദ വന്നസാറ ഫമന്ന. ഇവർ രണ്ടുപേരുമല്ലാതെ പിന്നീട് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് പിന്നെ ആരാണത്? എന്താണ് യഹൂദി നസാറാക്കൊക്കെ വെച്ചത്? അവരിലേക്ക് നിയോഗിക്കപ്പെട്ട തൗഹീദ് പറയാൻ വന്ന പ്രവാചകനെ തന്നെ അവർ അള്ളയാക്കി കളഞ്ഞു. ആക്കി കളഞ്ഞില്ലേ? ഇന്നല്ലാഹ ഹുവൽ മസീഹ് എന്നവർ പറഞ്ഞു. മസീഹ് അല്ല തന്നെയാണോ? അതവർക്ക് വെച്ചത്. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയണ്? അതന്നെ നമ്മൾ പറയണത്. എന്ത്? ലാ അന ഇല്ലാ അന്ത. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവൂല. തൊട്ടി തുണിയിൽ നമ്മളെ കടത്തിയപ്പോ ഒരു പാട്ട് പാടി. എന്താണ്? ലാ മൗജൂദില്ലല്ലാഹു. പാടിനോ? ഒന്ന് പാടിയോക്കണി. ധൈര്യമുള്ളതൊന്ന് പാടിക്കണി. ഈ കാണുന്നതൊന്നും അല്ല എല്ലാരെ വേറൊന്നും അല്ല എന്നാ അതിന്റെ അർത്ഥം. തൊട്ടി തുണി ആരാ? അല്ല. കയറാരാ? അല്ല. കുട്ടിയാരാ? അല്ല. നിൽക്കണ ആട്ടരുതാരാ? ഇസ്ലാമിക് അദ്വൈതം. എന്താ അങ്ങനെ പറഞ്ഞാൽ അറിയോ? കേൾക്കുന്നതെല്ലാം നാരായണ ശ്രുതിമ, കാണുന്നതെല്ലാം നാരായണ പെരുമ, ലോകായ ലോകേ. ബാക്കി ഞാൻ പറയില്ല. നാരായണായ. ഇതാ വന്നുവിടെ വന്നില്ലേ? ലാ മൗജൂദില്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാണുന്നതൊക്കെ അല്ല തന്നെയാണ്. അല്ലില്ലാണ്ട് ഇലാഹില്ല. അപ്പൊ ഞാൻ ആരാ? ലാ അന ഇല്ല അന്ത. പടച്ചോനെ ഇജ്ജും ഞാനും തമ്മിൽ ഒരു വ്യത്യാസം നമ്മ ഉണ്ടാവും നിന്റെ. വഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ്. ആയില്ലേ? ആയി. ഉസ്താദ് ഇരുന്ന് പത്തിരി തിന്നുക. സാറേ മുരീദ് ഇങ്ങനെ കണ്ടു നിൽക്കുക, പത്തിരി സഹായിച്ചു കൊടുക്കുക. അപ്പൊ അടുത്ത മുരീദ് പുറത്തുനിന്ന് വന്നിട്ട് അസ്സലാമു അലൈക്കും, നമ്മൾ ഉസ്താദ് എവിടെയെന്ന്. അപ്പൊ ഉത്തിക്കണ മുരീദ് പറഞ്ഞ ശിഷ്യം പറഞ്ഞു കൊടുത്താൽ അറിയോ? റബ്ബു യഅ്കുലു റബ്ബാന.
നമ്മളെ റബ്ബ് റബ്ബിനെ തിന്നണ റബ്ബാരാ ഉസ്താദ്, തിന്നപ്പെടുന്ന റബ്ബാരാ പത്തിരി. ഉമൽ കൽബു വൽ ഖിൻസീറു ഇല്ലാ ഇലാഹുനാ. അങ്ങനെ നോക്കിയാ പട്ടിയും പന്നിയൊക്കെ നമ്മളെ ഇലാഹന്റെ മനുഷ്യന്മാരെയാണ്. ആലോചിച്ചോളിട്ടാ, ഒതുങ്ങി നിൽക്കേണ്ടത് ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഫീൽഡ് ഉണ്ട്, അവിടുന്നാണ് വിട്ടാലുണ്ടാവുന്നതാണ്. ഏതാ ഫീൽഡ്? വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. റബ്ബ് ഒരു കയറിറക്കി തന്നിട്ടുണ്ട്, പിടിച്ചോളി മനുഷ്യന്മാരെ, മുറുക്കിന. വലാ തഫറഖു, അതിമന്ന് പോകരുത്. വഅതിഉല്ലാഹ വറസൂല വലാ തഫറഖു വതഫ്സദു വതദ്ഹബ വലാ തനാസഉ വതഫ്സദു വതദ്ഹബ റീഹുകും വസ്ബിറു. അല്ലാഹുവിനനുസരിക്കുവിൻ, റസൂലിനനുസരിക്കുവിൻ, തമ്മിൽ മത്സരിക്കരുത്. ഫതഫ്സലു ബിന്നിക്കും വതദ്ഹബ റീഹുകും, നിങ്ങളെ ചൂരും മണം പോകും. വസ്ബിറു, ക്ഷമിച്ചു പിടിച്ചു നിൽക്കണം. എവിടെ? തറക്തു ഫീക്കും അംറൈൻ, ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടിട്ടുണ്ട് നിങ്ങളടുത്ത്. ഞാനേ പോണുള്ളൂ, പക്ഷെ ഞാൻ നിങ്ങളോട് നിങ്ങളടുത്ത് രണ്ട് സംഗതി തന്നിട്ടുണ്ട്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ അത് മുറുകെ പിടിച്ചാൽ പിന്നീട് നിങ്ങൾ പഴക്കൂല. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി അല്ലേ? തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, വളരെ തെളിഞ്ഞ ഒരു ഹൈവേയിലാണ് ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത്. ലൈലുഹാ കനഹാരിഹ, അതിന്റെ പകല് പോലെ രാത്രിയും പ്രകാശമാനമായ വ്യക്തതയുള്ളതാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, നശിക്കാൻ തീരുമാനിച്ചവരല്ലാതെ ആ വഴിയിൽ നിന്ന് മാറി നടക്കുകയില്ല. ഏതാ വഴി? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുതുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാ, നിങ്ങൾ ഹനീഫുകളാവണം. നാം നിങ്ങളോട് ആകെ കൽപ്പിച്ചിട്ടുള്ള ഒറ്റ കൽപ്പനയേ ഉള്ളൂ. അതെന്താണ്? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ, നിങ്ങൾ വക്രതയും വളവും തിരിവുകളോ ഒന്നുമില്ലാതെ റബ്ബിനെ ഇഖ്ലാസോടുകൂടി അംഗീകരിക്കണം, ആദരിക്കണം, ആരാധിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ വേണം? നിസ്കാരവും സക്കാത്തും കൊടുത്തുകൊണ്ടായിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. സൂറത്ത് ഹജ്ജിലേക്ക് പോയ അല്ലാഹ് പറയും, വമൻ യുശ്രിക ബിൽ ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി വമൻ യുശ്രിക ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഅ ഫതഖ്തഫുഹു അത്വയ്റു ഔ തഗ്വി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി, നിങ്ങള് വക്രതയില്ലാതെ ശിർക്കില്ലാതെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കണം. വമൻ യുശ്രിക ബില്ലാഹി, അള്ളാഹ്ക്കുള്ള ആരാധന ഒന്ന് പകരം വെച്ചാൽ ശിർക്ക് വന്നാൽ പിന്നോന്റെ അവസ്ഥ ഫകഅന്നമാ ഖറ മിനസ് സമാഅ, ആകാശത്ത് കയറുപൊട്ടിയ പട്ടത്തിന്റെ അവസ്ഥയാണ് അവൻ്റെത്. ഫതഖ്തഫുഹു അത്വയ്ർ, എന്താ പട്ടം പറയാൻ കാരണം നിങ്ങള്? പട്ടത്തിന് എത്ര ഉയരത്തിലും പറക്കാൻ കഴിയണം. എപ്പോഴാ? താഴത്ത് പിടിക്കാൻ ഒരാളുണ്ടാവുമ്പോഴാ. ആണോ അല്ലേ? നിങ്ങൾ ആലോചിക്കോളി, താഴത്ത് പിടിക്കാൻ ഒരാളുണ്ടാകുമ്പോഴാണ് പട്ടം ഉയരത്തിലേക്ക് പറക്കുക. മുസൽമാൻ ഔന്നത്യത്തിലേക്ക് പിടിക്കാനുള്ള ആളാരാ? അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന്റെ പിടിയിൽ നിന്നുകൊണ്ട് അവർ എത്ര വേണമെങ്കിലും ഉയരാം. അവിടുന്ന് പോയാൽ ഫകഅന്നമാ ഖറ മിനസ് സമാഅ, ആ കയറ് പൊട്ടിയ പട്ടം പോലെയാകും. ഫതഖ്തഫുഹു അത്വയ്ർ, അവനെ വല്ല പക്ഷിയും കൊത്തിക്കൊണ്ടുപോയേക്കാം. ആരും ചോദിക്കാനില്ല. ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ, അല്ലെങ്കിൽ വല്ല പടുകുഴിയിലും കൊണ്ടുപോയി കാറ്റ് തള്ളിയേക്കാം അവനെ. ഈ പറഞ്ഞതൊക്കെ കൂടെ കൂട്ടി വായിച്ചു നോക്കാണി, നമ്മൾ എവിടെ എത്തി നിൽക്കണു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലേ? ഇത് ചില്ലറ കേസല്ല. അപ്പോ കസ്സബത്ത് സമൂദ് ബിൻ നുദുർ ഫഖാലു ബശറും മിന്നാ വാഹിദൻ നത്തബിഉഹു ഇന്നാ ഇദൻ ലഫീ ളലാലിൻ വസഉ. ഇയാളെ അംഗീകരിച്ചാലാണ് നമ്മൾ വഴികേടിൽ അകപ്പെടുക. ഇയാളെ അംഗീകരിക്കാതെ നിൽക്കുന്ന നമ്മൾ വിഡ്ഢികളല്ലേ, ഭ്രാന്തുള്ളവരല്ലേ.
എന്നവർ ചോദിച്ചു. ഉൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിന, എന്തപ്പോ ഇങ്ങളീ പറയണേ? നമ്മളൊക്കെ അവിടെ ഉണ്ടാകുമ്പോ ഈ നമ്മക്കടിയിൽ നിന്ന് ഇയാക്കാണ്ട് പ്രവാചകത്തെ കിട്ടുകയാ? അതാണ് അംഗീകരിക്കാൻ പറ്റൂല. അത് മാത്രല്ല, നമുക്ക് നമ്മളടിയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഉയർന്നാൽ അത് ആ സ്നേഹമല്ല, പിന്നെ സന്തോഷമല്ല ഉണ്ടാവുന്നത്, പിന്നെന്താണ്? അസൂയയും പകയൊക്കെയാണ്. അത് പ്രവാചകത്വത്തിന്റെ പേരിലതായിട്ടൊന്നും വേണ്ട. നമ്മളെ ശൈത്താൻ പിടികൂടുന്ന മേഖലകളിൽ ഒന്ന് നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് ഉണ്ടായി കണ്ടാൽ അതിന്റെ പേരിലാണ് പിന്നീട് നമ്മളെ പ്രശ്നം. പടച്ചോനെ, ഓം 10 രൂപ, ഓം മുതലാളിയായ പൈസക്കാരനായാലും ഓ ഇങ്ങോട്ട് ചോദിച്ചു വരൂലല്ലോ എന്നേലൊന്ന് വിചാരിച്ചൂടെ അല്ലേ? നേരെ മറിച്ചാണ് പണ്ട് ഇവിടങ്ങനെ കടം പഠിച്ച് ഇവിടങ്ങനെ തെറ്റിത്തിരിഞ്ഞ് നടത്തിയതാണ് ആരാന്നപ്പോന്റെ വിചാരം. എന്നിട്ട് നമ്മൾ ഇത് തിരിച്ചു വായിച്ചാൽ നമ്മളൊക്കെ ഇതിലാണ്. അതുകൊണ്ട് കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വൽ ഹസദ, പൊന്നാരം മനുഷ്യന്മാരെ അസൂയ ഒഴിവാക്കിയേക്ക്. ഫഇന്നൽ ഹസദ യൗകുലുൽ ഹസനാത്തി, അത് നിങ്ങളുടെ നന്മകൾ നശിപ്പിക്കും. കമാ തൗകുലുൻ നാറു വൽ ഹതബ, അടുപ്പിൽ വെച്ചാൽ വിറകെന്തായി തീരും, തീ നശിച്ച് തിന്നു തീർക്കുമല്ലോ, അതുപോലെ വെണ്ണീറാക്കി കളയൂരോ വിറകിനെ പോലെ നിങ്ങളുടെ നന്മകളെ വെണ്ണീറാക്കി കളയും. അസൂയ വിട്ടേക്ക്, ആ വഴിക്കിഞ്ഞി പോകണ്ട എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് നന്മയുണ്ടായി കണ്ടാൽ പഠിച്ചോനെ അങ്ങനെ ഇക്കുണ്ടായി കാണണം എന്ന് ആഗ്രഹിക്കാം, ഓൻ്റെത് നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഓൻ്റെതില്ല നീങ്ങിക്കാണണം, ഇല്ലാതായി കാണണം എന്ന ആഗ്രഹം എന്താണ്? അസൂയാണ്. പഠിച്ചോനെ എൻ്റെ മക്കളും അങ്ങനെ ഞാനും അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ല ആഗ്രഹവുമാണ്, ഹലാലായ വർഗത്തിലാണെങ്കിൽ അല്ലേ? അപ്പൊ ഉൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിന, എന്നിട്ട് അവർ പറഞ്ഞത് ബൽഹുവ, അത് നല്ല ഓൻ പറഞ്ഞത് ബൽഹുവ കദ്ദാബുൻ, കള്ളനാണ്. തലകാലം പറഞ്ഞെന്താണ്? വഖാലൂ യാ സ്വാലിഹു ഖദ് കുന്ത ഫീനാ മർജുവൻ മിൻ ഖബ്ല ഹാദാ, പഠിച്ചോനെ സ്വാലിഹേജി എത്ര നല്ലവനായിരുന്നു. ഇപ്പൊ പറയണതാണ് കദ്ദാബുൻ, കള്ളനാണ്. അശിർ, അഹങ്കാരിയാണ്. ഇതാണ് അവർക്ക് പറ്റിയ ചതി. ഇത് ഇവിടെ എടുത്ത് പറഞ്ഞെന്തിനാണ് ഞങ്ങൾ ഈ അവസാനത്തിന് ചോദ്യമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്രി ഫഹൽ മിൻ മുദക്കിർ, ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, ഇനി ഇത് അനുസരിക്കാൻ തയ്യാറുള്ളവർ ആരുണ്ട് എന്നാ ചോദ്യം. അതിനു വേണ്ടിയാണ്. അപ്പൊ ബശറും മിന്നാ വാഹിദുൻ നത്തബിഉഹു ഇന്നാ ഇദൽ ഫീ ളലാലിൻ വസറർ ഉൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിനാ ബൽ ഹുവ കദാബുൻ നശിർ. അള്ളാന്റെ മറുപടി എന്താണ്? ഞങ്ങൾ വളരെ ലളിതമായി മൂന കഥൻ വേണ്ട നിർത്തി പോലെ അങ്ങനെ പോയിക്കോട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, പോട്ടെ. മൂന കഥൻ, നാളെ പിറ്റേന്ന് അവർക്ക് മനസ്സിലാകും. മനിൽ കദാബ്, ആരാണ് ഈ കൂട്ടത്തിൽ കളവ് പറഞ്ഞവരെന്ന് അവർക്ക് മനസ്സിലാകും. അല്ലശിർ, ആരാണ് അഹങ്കരിച്ചത് എന്ന് അവർക്ക് മനസ്സിലാകും. സുബ്ഹാനല്ലാഹ്, അല്ല കാക്കട്ടെ. ആ നാളെ എന്നത് ഒരുപക്ഷെ ഈ കുപ്പായ ഇക്കിടിന് മുമ്പേക്കാരം അല്ലേ? ഇവിടുന്നാണ് പോകുമ്പോൾ അത് മനസ്സിലാക്കി തന്നിട്ടേ പോകുള്ളൂ എന്നവർ. അങ്ങക്കറിയോ? ഫലാഉ ഖുസ്ബു മലൗലായിദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ നിങ്ങൾക്ക് അതുവരെ കാണാൻ സാധിക്കാതിരുന്ന പലതും കാണേണ്ടി വരും, കാണാൻ കഴിയും. അല്ലാഹ് കാക്കട്ടെ. ആ കാഴ്ചയാണ് ആര് കണ്ടത്? ഫിറഔൻ കണ്ടത്. എപ്പോ? ഫലമ്മാ അദ്റകഹുൽ ഗറഖു, മൂക്കിലടക്കം വെള്ളം കയറിയിട്ട് ശ്വാസം കിട്ടാതെ കണ്ണ് മേലൊക്കെ പടഞ്ഞപ്പോ നിലവിളിച്ച് ആമൻതു ബില്ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ബനു ഇസ്രായേൽ വിശ്വസിക്കുന്ന ആ ഇലാഹല്ലാതെ വേറെ ഇലാഹില്ലാതെ ഉറപ്പായി പോയി. ഇപ്പഴാ മനസ്സിലായത്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമായി. അള്ളാന്റെ മറുപടി ഇപ്പോഴേ നേരം കിട്ടിയുള്ളൂ ഇല്ലേ? മുഅ്മിനീങ്ങളെ, ജീവിക്കാൻ നേരം കണ്ടാ പോരാ, പിന്നെ എന്തിനാ നേരം കണ്ട്?
മരിക്കാനുള്ള നേരമായി എന്ന് ഓർക്കണം. മരിക്കാനുള്ള ഇന്നലെ വരെ മക്കളുടെയും പേരക്കുട്ടികളുടെയും കയ്യിലിങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കപ്പെട്ടിരുന്ന എൻ്റെ അയൽപ്പക്കത്തെ ഒരു വല്യമ്മ ഇന്നലെ ഇശാ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയുടെ തൊട്ടാണ് മരണപ്പെട്ടു പോയി. ഇന്ന് 9 മണിക്ക് ഞങ്ങൾ ആ മയ്യത്ത് മറവി ചെയ്തു. ഇപ്പൊ ആലോചിച്ച് നോക്കണം, ആ വല്യമ്മ കിടക്കണത് എവിടെ? എനിക്കൊരു ബേജാറ് അപ്പൊ തുടങ്ങിയതാ. പഠിച്ചോനെ, ഇത് ഇപ്പൊ ഈ പോകണ പോക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇത് മണ്ണിൻ്റെ അടിയിൽ പോകേണ്ടി വന്നാലോ? ഞാനെൻ്റെ വണ്ടി കയറി ഒരാളോട് പറഞ്ഞൊരു ചെറിയ പറയലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അത് ഈ മരിച്ചയാളുടെ മരുമോനാണ്. ഒരു ചെറിയ പറയലുണ്ട്, അള്ളാഹു ഒരു പരലോ കൈറാക്കട്ടെ. അവരുടെ ഭർത്താവ് മരിച്ചതും ഞങ്ങളെ പള്ളി പെൺപാറങ്ങൾ കണ്ടാണോ, ആ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ പള്ളിയുടെ പ്രധാനപ്പെട്ട നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹമായിരുന്നു. ഇവര് അവിടെ ജമാഅത്ത് പുറത്ത് നടക്കണം, അപ്പുറത്ത് മരിക്കണം. പരലോകം രണ്ടുപേരുടെയും ഹൈറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രക്കുള്ള നമ്മളെ കഥ കൊണ്ട് ജീവിക്കാൻ സമയം കാണുന്നതിനിടയിൽ മരിക്കാൻ കൂടി സമയം കാണണം. ഇത് ഫിറൗന്റെ പ്രാർത്ഥന. ഏത്? ഞാൻ ഇപ്പൊ മുസ്ലിമായി. പക്ഷെ വിശ്വാസിയുടെ പ്രാർത്ഥന അല്ല പറഞ്ഞെന്താ അറിയോ? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനൻ ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹൻ വഹംലുഹു വസ്ഫിസാലുഹു 30 ശഹറൻ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു ബില്ലാഹി റബ്ബിൽ وبلغ 40 سنة قال ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت الآن وإني من المسلمين. സൂറത്ത് അഹ്ഖാഫിന്റെ 15-ാമത്തെ ആയത്താണ്. ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. മനുഷ്യരോട് അള്ളാഹു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് കൽപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരണം അവന്റെ ഉമ്മയാണ് അവനെ കഷ്ടപ്പെട്ട് ഗർഭം ചുമന്നതും പ്രസവിച്ചതും 30 മാസക്കാലത്തോളം മുലയൂട്ടലും വളർത്തലുമായി കൊണ്ടു നടന്നതും ഗർഭവും മുലയൂട്ടലുമായി കൊണ്ടു നടന്നതും. അങ്ങനെ അവൻ പ്രായപൂർത്തിയെത്തി വിവാഹിതനായി. ഫലമ്മാ ബലഗ അശുദ്ധഹു, അവൻ പ്രായപൂർത്തിയെത്തി വിവാഹിതനായി. വബലഗ 40 സന, ഒരു 40 വയസ്സുമായി. നമ്മളിൽ പലരും പിന്നിട്ടതാണത് ആ പ്രായം. എന്നിട്ട് നമുക്ക് ഉണ്ടായിക്കണോ നോക്കാനും കൂടി ഞാൻ ആ ആയത്ത് തന്നെ ഇവിടെ തെരഞ്ഞെടുത്ത്. ഫലമ്മാ ബലഗ അശുദ്ധഹു വബലഗ 40 സനതൻ ഖാല. ആ 40 വയസ്സിന്റെ പ്രത്യേകത എന്താ? ഒരു 10-18 വയസ്സായ മക്കളുണ്ടാകും. ബാപ്പ അമ്മയും പറഞ്ഞു കൊടുത്ത് കിട്ടാതെ അങ്ങനെ പൊളച്ച് നടക്കൈകരം അല്ലേ? മേലെ ആരുണ്ടാവും? ഈ 40 വയസ്സുകാരൻ മിക്കവാറും ആരുണ്ടാവും മേലെ? ഒരു 10-65 വയസ്സായ അമ്മയും ബാപ്പയും അവരുണ്ടാകും. അപ്പൊ മക്കളെ നേരെ ഇങ്ങനെ വല്ലാതെ പട്ടിയെടുക്കണ കാണുമ്പോ ബാപ്പോട് ചോദിക്കാം, അന്റെ അല്ലേ മോന്, ഈ പ്രായത്തിൽ ആരെയൊന്നു ഞങ്ങൾക്കറിയാലോ അല്ലേ? ഒന്നതാ. 2, മനുഷ്യന് അവന്റെ ബുദ്ധിയുടെ പരമാവസ്ഥ എത്തിത്തുടങ്ങുന്നത് 40 വയസ്സിലാണെന്ന. എന്താ തെളിവ്? അല്ലാഹു ഈസാ റൂഹുല്ലാഹി അലൈഹിസ്സലാമിനല്ലാത്ത മുഴുവൻ പ്രവാചകന്മാർക്കും പ്രവാചകത്വം നൽകിയ പ്രായം 40 വയസ്സാണ്. നമ്മളൊക്കെ തിരിച്ചറിവുണ്ടാവേണ്ട കാലം കഴിഞ്ഞിരിക്കണമെന്ന് അർത്ഥം. അപ്പൊ അവൻ പറയും, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. പടച്ചവനെ, നിന്നോടും എന്റെ മാതാപിതാക്കളോടും ഇക്കണ്ട കാണായ നിഅമത്തുകളെല്ലാം നൽകി അനുഗ്രഹിച്ച നിന്നോട് ഞാൻ എല്ലാ വൃത്തികേടുകളും ചെയ്തിട്ടും എന്നെ കൂടെ പിടിച്ച് കൂടെ കൊണ്ട് നടന്ന് നന്നാക്കി എടുക്കാൻ എന്റെ പിന്നാലെ കൂടി എന്റെ മാതാപിതാക്കളോട് നന്ദിയുള്ളവനായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. 40 ആയിട്ടുള്ളട്ടാ. ഞാനിവിടെ 8 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ 60 പോണ്. ഇപ്പോഴൊന്ന് പ്രാർത്ഥിച്ചൂടെ? പടച്ചവനെ, ഇനിയുള്ള കാലം
നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഇന്നി തുബ്തു ഇബാസുലഹി ഫീ ദുരിയതി. ഈ പറഞ്ഞാ കേൾക്കാതെ ഇങ്ങനെ പളഞ്ഞു നടക്കുന്ന ചെക്കന്മാരെ മക്കളൊന്ന് നന്നാക്കി തരണേ റബ്ബേ. ഇന്നി തുബ്തു ഇലൈക. ഞാൻ ഇതാ സർവം ഏറ്റു പറഞ്ഞ് തൗബ ചെയ്തിരിക്കുന്നു. വഇന്നി മിനൽ മുസ്ലിമീൻ. ഇവിടെ മുതൽ പരമാവധി നല്ല മുസ്ലിമായി ജീവിക്കാമെന്ന് ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു. പഠിക്കണ്ടേ? ആ പ്രാർത്ഥന എന്ന് പഠിക്കണ്ടേ? സൂറത്ത് അഹ്ഖാഫ് 15-ാമത്തായത് അല്ലേ? ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു. 16 വായിച്ചോ കാണി. ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു. അത്തരം ഒരു തിരിച്ചറിവും പ്രാർത്ഥനയും ഉള്ളവർക്ക് അല്ലാഹു അവർ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം ഏറ്റവും ഉത്തമമായ രൂപത്തിൽ തന്നെ കബൂലാക്കും അവരിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. അല്ല നമ്മളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. വനതജാവസു അൻ സയ്യിആതിഹിം. അവരിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും നാം അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും. അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ അതിൽ. ഇന്നി അവർ സ്വർഗാവകാശികളാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അവർക്ക് ദുനിയാവിൽ കിട്ടിയ എല്ലാ ഓഫറുകളെക്കാളും ഉറപ്പിക്കാവുന്ന സത്യസന്ധമായ ഓഫറാവുന്നു മുഅ്മിനീങ്ങളെ ഇത്. നമ്മളെവിടെ നിൽക്കണ്? നമ്മുടെ ഫിറൗന്റെ ഭാഗത്താ അതോ ഈ ഭാഗത്ത്? എവിടെ നിൽക്കേണ്ടത് ആലോചിച്ചേക്കോ. എപ്പോഴാ മരണം വരിക? അല്ലാഹു അഅലം. ആർക്കാ വരിക? അല്ലാഹു അഅലം. ഏത് കോലത്തിലാ വരിക? അല്ലാഹു അഅലം. അല്ലേ? വരും, വരാതിരിക്കൂല. പക്ഷേ ഇപ്പോഴും എനിക്ക് വരുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടില്ല. എനിക്ക് ഇന്ന് വരുമെന്ന് തോന്നിയിട്ടില്ല. അവിടെ പ്രശ്നം. ഇത് എനിക്ക് വരുമെന്ന് തോന്നുമ്പോഴാണ് എനിക്ക് മാറ്റം ഉണ്ടാവുക. അപ്പോഴാണ് എൻ്റെ സുജൂദൊക്കെ കുറച്ച് നീണ്ടു കിട്ടുക. അപ്പോഴാണ് എൻ്റെ മനസ്സൊക്കെ ഒന്ന് വിനയപ്പെടുക, കണ്ണുനീരിങ്ങനെ വരിക. മരണം വരും എന്നതുകൊണ്ട് നമുക്ക് മെച്ചൊന്നും ഉണ്ടാവില്ല. എനിക്ക് വരുമെന്ന് തോന്നണം അല്ലേ? അതിപ്പൊ തന്നെ വരും. ഇപ്പൊ വെറുതെ അത് കണ്ണടച്ചാൽ നിങ്ങൾക്ക് കാണാം. അതിങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ വെട്ടി വരച്ചമാരിങ്ങനെ വെള്ള വരച്ചിങ്ങനെ കിടക്കണം. ഒന്ന് കണ്ണടച്ചാൽ കാണാം. ഇപ്പൊ ഇന്നലെ എന്ത് സുബീസ്കാരം കഴിച്ചിട്ട് ഇന്നലെ രാവിലത്തെ ദിക്ർ സ്വലാത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6, 6:45 എന്നാ ഒന്ന് കിടന്നുറങ്ങാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ണിമ്പോ ഇങ്ങനെ നടക്കുമ്പോ വെറുതെ മനസ്സിലുണ്ടായ ചിന്ത, പഠിച്ചോനെ ഞാൻ മരിച്ചു കിടക്കുമ്പോ ഇങ്ങനെ കണ്ണീമ്പോ പറ്റും. അതും ഞാനിങ്ങനെ വായി പൊളിച്ചായിരിക്കും കിടക്കുക. ഞാൻ എത്രയോ ആളുകളുടെ വായി കണ്ടിങ്ങനെ അടച്ചിട്ടുണ്ട്. റബ്ബെ ആരെങ്കിലും അടച്ചു തരുമെന്നാവോ? ഉള്ളിൽ ചെറിയൊരു പ്രാർത്ഥന വന്നു, റബ്ബെ മരിച്ചാൽ ഇങ്ങനെ കണ്ണടച്ച് കിടക്കാനുള്ള എനിക്കുണ്ടായൊരു അനുഭവം. ഇന്നത്തെ ചിന്തയാട്ടോ, രാവിലെ ചിന്തയാണ്. ഒന്ന് മാന്യമായിട്ട് ആൾക്കാർ മാനം കെടുന്ന രൂപ മുഖത്ത് നോക്കിയിട്ട് ഒരു മാനം കെടുത്തുന്ന രൂപത്തിലാവാതിരുന്നാൽ മതിയിരുന്നു. നല്ലോണം ആലോചിച്ചോളി. നമ്മൾ ആരായാലും ഒന്നുമല്ലാതാവുന്ന ഒരു സമയം, നമ്മളെല്ലാമായി തീരുവാനുള്ള ഔഷധം കൂട്ടാണ് ശുദ്ധ ഖുർആനിലുള്ളത്, തിരുസുന്നത്തിലുള്ളത്. നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മളെ വിട്ടകലുന്ന സമയം മുതൽ നമുക്കൊരു കാലത്തും വിട്ടകലാത്ത കൂട്ടുകാരെ കിട്ടുന്ന സമയമാണ് മരണം. ആ കൂട്ടുകാരെ കൂടെ കൂടാനുള്ള യോഗ്യത നേടാനുള്ള ഔഷധ കൂട്ടുകളാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിയ. വിടണ്ട, ഇത് വിട്ടാൽ നമ്മൾ ആപ്പീസ് പൂട്ടിപ്പോകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നോക്കോളി, നമുക്ക് മൊബൈലാ, ഇന്റർനെറ്റും. എതിന് പകരം ഇവർക്കൊരു ഒട്ടകത്തിനാണ് അള്ള പരീക്ഷണമായി കൊടുത്തത്. അവർക്കൊരു പരീക്ഷണമായി നാം ഒരു ഒട്ടകത്തെയാണ് അയച്ചത്. എന്താ സംഗതി? സ്വാലിഹ് നബിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതായപ്പോ അവർ പറഞ്ഞു, മേലിൽ ഇജാതി വർത്താനം പറഞ്ഞു പറയരുത്, താങ്കൾ പ്രവാചകരാണെന്നതിന് തെളിവ് വേണം.
മനസ്സിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് സ്വാലിഹ് നബി അലൈഹി എന്താ നിങ്ങൾ ആവശ്യപ്പെടുന്നു ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ആ കാണുന്ന പാറയുണ്ടല്ലോ, ആ പാറക്കുള്ളിൽ നിന്ന് ഒരു പുഴയുണ്ടാവണം. ആ പുഴയിലൂടെ ഒരു അതിസുന്ദരിയായ പടുകൂറ്റൻ ഒട്ടകം വരണം. ആ ഒട്ടകത്തിന് നിറയെ പാലുണ്ടാവണം മകത്തിൽ. ഈ സമുദായത്തിൽ, ഈ ഗ്രാമപ്രദേശത്തുള്ള മുഴുവർക്കും കുടിക്കാനുള്ള പാൽ അതിലുണ്ടാവണം. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ വരണം, എന്നാലേ വിശ്വസിക്കുള്ളൂ. സ്വാലിഹ് നബി പറഞ്ഞു, എനിക്ക് പറ്റൂല, ഞാൻ അള്ളാഹിനോട് ചോദിച്ചു നോക്കാം. പക്ഷേ ജനങ്ങളെ, അതെങ്ങാനും വന്നിട്ട് നിങ്ങളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, എന്റെ പ്രവാചകത്വം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങളെ കൊടിയ ആപത്തുണ്ടാകും. ഇജ്ജ് വർത്താനം പറയുന്ന വരാൻ പറയുന്നതാണ്. സ്വാലിഹ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അത് സ്വീകരിച്ചു. ആളുകളെ ഒളിപ്പിച്ചു കൂട്ടി ഒട്ടകപ്പുറത്ത് ഒട്ടകം ആ പാറക്കുള്ളിൽ നിന്ന് ഒഴുകി വന്നു. ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി വന്നു. മലയോളം പോകുന്ന ഒരു അതിസുന്ദരി. അവരുടെ എല്ലാ പരിശോധനയിലും സംഗതി പെർഫെക്റ്റാണ്. പോലെ ആവശ്യപ്പെട്ടതൊക്കെ ഉണ്ട്. സത്യത്തിൽ ഒരു ചെയ്യേണ്ടെന്തെന്നു പറയാം. പക്ഷെ അവർ പറഞ്ഞ അല്ലോ എവിടുന്ന് ഇജാതി മായാചാരം പഠിച്ചു എന്ന് ചോദിച്ചു. കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് കയ്യിലിരിക്കണ മൊബൈൽ ഫോൺ ഒന്ന് നോക്കിക്കളി. ഞാൻ വെറുതെ പറയാൻ പറഞ്ഞ ചാൻസ് കിട്ടിയപ്പോ പറയാണ്, ബാങ്ക് സെറ്റ് ചെയ്ത് വെച്ച് എന്തിനാണെന്നറിയോ? ഇതില് സമയമായില്ലാന്ന് ഞാൻ സമയമായത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങള് സംവിധാനം ഞാൻ ഇവിടെ ഏർപ്പെടുത്തിയതിന് വർഷം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പണ്ടത്തെ കാലല്ല. നിങ്ങളെ പോക്കറ്റ് കിടക്കുന്ന സാധനത്തിന് ഒന്നുണ്ട് ടച്ച് ചെയ്താൽ നിസ്കാരത്തിന്റെ സമയവും ദിശയും ഒക്കെ അറിയാനുള്ള സൗകര്യം നിങ്ങൾക്ക് റിമൈൻഡർ വരെ ഞാൻ സംവിധാനം ചെയ്യും. നിങ്ങൾ എന്ത് പറഞ്ഞാൽ അത് വിലപ്പോലുള്ള അവിടെ നിങ്ങളെ നരകത്തിലിടാനുള്ള എല്ലാ ന്യായവാദങ്ങളും അന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ട് ഇതിൽ നോക്കാണ് മൊബൈലിൽ. ഇല്ലാത്തത് ഖുർആൻ സുന്നത്തും ഈ ബാങ്കും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെ കേട്ടോ. എല്ലാ സോപ്പിടുന്ന പരിപാടി ഇല്ലല്ലോ നമുക്ക്. നമ്മുടെ കയ്യിലെ മൊബൈലില് ഒന്ന് നോക്കാണി. ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് ഒന്ന് നിസ്കരിക്കണം തോന്നിയാൽ, അല്ലെങ്കിൽ സമയമായി എന്നറിയാൻ ഇത് വെച്ചാൽ പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വരൂലേ? അതിൽ തന്നെ അതിനുള്ള ഓപ്ഷനില്ലേ കിബില ഏതാണെന്ന് നോക്കാൻ അല്ലേ? നമ്മുടെ വണ്ടിയിൽ വെള്ളക്കുപ്പി ഉണ്ടാവൂലേ? അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പള്ളി കാണുമ്പോൾ അവിടെ നിർത്തിക്കൂടെ? എന്ത് സൗകര്യം അന്ന് ഏർപ്പെടുത്തി തരാത്ത? എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ എന്തിനാ ഉപയോഗിക്കണമെന്ന് ആലോചിച്ചോ കാണി. ഡബിൾ 2 സിമ്മാണ്. 2 സിമ്മിൽ 2 GB ഡെയിലി ഫ്രീ. ഇതില് എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതൊന്നും അവിടെ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയ ഒറ്റ മിനിറ്റ് കൊണ്ട് ഡൗൺലോഡ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം നിസ്കാരം കലായിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ അറിഞ്ഞില്ല, സമയമായത് അറിഞ്ഞില്ല. അവരുന്ന് അല്ലേ? ഇതെടുത്ത് പുറത്ത് കിട്ടിത്തരും. തരൂലേ? അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയാം, മരിക്കാനാണ് തയ്യാറാവേണ്ടത്. ഇതാണ് നമ്മുടെ ഫിത്ന. ഏത് മൊബൈല്? പണ്ട് ആദ്യം മൊബൈൽ കിട്ടിയത് എങ്ങനെയാണ്? ഞങ്ങള് 6 മാസം മുമ്പ് അപ്ലിക്കേഷൻ കൊടുത്ത് BSNL നമ്പർ ഇട്ടാനേ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും അല്ലേ? എന്നിട്ട് പോയിട്ട് തിരൂർ BSNL ഓഫീസിന്റെ മുമ്പിൽ സ്കൂളിൽ നിന്ന് ഒരു ദിവസം ലീവ് എടുത്തിട്ടേ ക്യൂ നിൽക്കാണ്. ഇത് കിട്ടിയപ്പോ അതിനേക്കാണ് വലിയ വണ്ടി പോലെ. ഏത്? ഇതിന് റേഞ്ച് കിട്ടണേ തെങ്ങുമ്പോ കയറ്റം പഠിക്കണം. അങ്ങനെയല്ലേന്നോ? ആണ്. ഇത് തെങ്ങുമ്പോ കയറി ഇരിച്ചോളി. ആരെങ്കിലും ഒരു കോള് വന്നാൽ ബേജാറാ. ഇങ്ങോട്ട് വന്നാലും കായ് കൊടുക്കണം, അങ്ങോട്ട് പോയാലും കാശ് കൊടുക്കണം വേണ്ടേ? പടച്ചോനെ ഒരു ഫോണ് കിട്ടിയിട്ട് നാട്ടിൽ ചെന്നപ്പോഴേ നാട്ടിൽ ആദ്യത്തെ മൊബൈൽ ഫോൺ അത്ര പോലെ ഫോൺ പഴംപൊരി പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്താണ്. അയൽവക്കക്കാർക്കൊക്കെ ഫോൺ ചെയ്യണം. എനിക്കാണെങ്കിൽ ആകെ അന്ന് 700 രൂപ ശമ്പളം. കൊടുക്കൂലാനേ പറ്റുമോ? അവസാനം ഭാര്യ പറഞ്ഞതിനോട് നിങ്ങളിതൊന്നും എടുത്തേക്കോ അവിടുന്ന്, ഇത് നമ്മളെ കുട്ടികളെ പട്ടിണി നടക്കുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് ഇപ്പൊ എവിടെത്തി? എന്നിട്ടും ഇത് മാത്രം ചെയ്തില്ല എന്ന് പറഞ്ഞാലോ? അവിടെ നിങ്ങൾ ആലോചിച്ചോളി. ഇന്നാ മുർസിലുന്നാഖത്തി ഫിത്നതല്ലഹും. ആ ഒട്ടകം അവർക്ക് ഒരു പരീക്ഷണമായിരുന്നു. ഫർതഖിബുഹും. ആ പരീക്ഷണ വസ്തുവിനെ അവർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് സ്വാലിഹെ
ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വീക്ഷിച്ചു കൊണ്ടിരുന്നോ. വസ്തബിർ, ക്ഷമിച്ചേക്ക്. കുറെ ദിവസം ക്ഷമിച്ച് പിടിച്ചു നിൽക്കേണ്ടി വരും ഇതൊന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ എന്നർത്ഥം. ഇങ്ങോട്ട് ഓണാക്കിയ വീരല്ലേ മറ്റേ ചെയ്ത്താന്മാരൊക്കെ കൂടെ. ഏതില്? മൊബൈലില്. ഗൂഗിൾ ഓണാക്കിയാൽ തന്നെ വരുന്നു, യൂട്യൂബ് ഓണാക്കിയാൽ തന്നെ വരുന്നു. എന്തൊക്കെ കേൾക്കാൻ പാടില്ല, കാണാൻ പാടില്ല, പറയാൻ പാടില്ല, അതൊക്കെ വരുന്നു. അയിമന്നാട് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ എന്ത് വേണം? അത്തഖ്വാ ഹാഹുനാ. വേണ്ടേ? അപ്പൊ എന്താന്ന് പറഞ്ഞു അറിയോ? വനബ്ബിഉഹും, എന്നിട്ട് അവരോട് പറഞ്ഞേക്ക്. ആ പരീക്ഷണം വരാണേ, ഞാൻ പിന്നെ മൊബൈൽ പറഞ്ഞ് വെറുതെ അല്ല. വനബ്ബിഉഹും, അവരോട് പറഞ്ഞേക്ക്. അന്നൽ മാഅ ഖിസ്മത്തുൻ ബൈനഹും, ഈ ഗ്രാമപ്രദേശത്തിലുള്ള പിന്നെ കിണറ്റിലെ വെള്ളം ഖിസ്മത്തുൻ ബൈനഹും, അത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഇടയിൽ. ആർക്കിടയിൽ? ഗ്രാമവാസികൾക്കും ഒട്ടകത്തിനും ഇടയിൽ വീതം വെക്കണം. എങ്ങനെ? ഒരു ദിവസം ആ കിണറ്റിലെ വെള്ളം ഒട്ടകത്തിന് കുടിക്കാൻ മാത്രം അന്ന് നിങ്ങൾ കുടിക്കരുത്. അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം, അന്ന് ഒട്ടകം കുടിക്കൂല. ഒട്ടകം കുടിക്കൂല എന്ന് പറയുന്നത് എന്താ കാരണം? ഒട്ടകത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അപ്പൊ മനുഷ്യന്മാരെ നമ്മളെ നിയന്ത്രിക്കുന്നല്ലോ, നമ്മളെ നിയന്ത്രിക്കുന്നല്ലോ അല്ല തന്നെയല്ലേ? പറഞ്ഞാൽ കേൾക്കാത്ത ഒരേ ഒരു ജീവിന്റെ പേര് വെച്ച് എന്താ ഉത്തരം? മനുഷ്യൻ അല്ലേ? ഒരു ദിവസം ഒട്ടകത്തിന്, അന്നത് കുടിക്കൂല. അടുത്ത ദിവസം നിങ്ങൾക്ക്, ഒട്ടകത്തിന്റെ ദിവസം നിങ്ങൾ കുടിക്കരുത് എന്ന് അവരോടൊന്ന് പറയണം. സംഗതി 3-4 ദിവസത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ ഒട്ടകം ഇങ്ങനെ മാന്യനായി ജീവിക്കുന്ന കണ്ടപ്പോഴേ പണ്ട് ഞാനൊരു പ്രസംഗം കേട്ടത് എന്താ അറിയോ? യൂറോപ്പിലെവിടെയോ കേരളത്തെ പിന്നെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ പോയിട്ട് ഒരു വലിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചു. റൂമിന്റെ ബില്ലൊക്കെ കൊടുത്തിട്ട് അയാൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. 2 വർഷം കഴിഞ്ഞിട്ട് അയാൾ തന്നെ ആ റൂമിലേക്ക്, ആ ഹോട്ടലിൽ തന്നെ ആ റൂം തന്നെ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഹോട്ടൽ ഉടമസ്ഥൻ നിങ്ങൾക്ക് ഇവിടെ റൂമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ റൂമില്ലാന്ന്. അതെന്താണ്? എൻ്റെ കൂടെ എൻ്റെ പട്ടി ഉള്ളത് കൊണ്ടാണെന്ന് വെച്ചു. അല്ല, പിന്നെന്താന്ന് വെച്ചു, ഒരു പട്ടിയും ഇന്നോളം ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് പെയിന്റിങ് മോഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് പട്ടിക്ക് പ്രവേശനമുണ്ട്, നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മളെ കുറിച്ച്, ചിലരെ കുറിച്ചെങ്കിലും ആണോ എന്നൊന്ന് ആലോചിക്കണ്ടേ? നമ്മളെക്കാൾ വിശ്വസ്തയോടെ ജീവിക്കുന്നത് പലപ്പോഴും ഇവിടുത്തെ മൃഗങ്ങളാണ് എന്നർത്ഥം അല്ലേ? വനബ്ബിഉഹും അന്നൽ മാഅ ഖിസ്മത്തുൻ ബൈനഹും കുല്ലു ശിർബിൻ മുഹ്തലർ, ഓരോരുത്തരും അവനവന്റെ ശിർബിന്റെ കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ മാത്രം മുഹ്തലർ വന്നാൽ മതി എന്നവരോട് പറയുക. സംഗതിയുടെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയി. അപ്പൊ ചില ആൾക്കാർക്ക് ഒട്ടകത്തിന്റെ മാന്യത കണ്ടപ്പോഴേ ഈ ഒട്ടകം നാടാകെ കൂടെ മുസ്ലിമാക്കി കളയോ ഇസ്ലാം ആക്കി കളയോ എന്നൊരു ബേജാറ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ രംഗപ്രവേശനം ചെയ്തത്. ആര്? കൊട്ടേഷൻ സംഘക്കാരുടെ രഹസ്യ സമ്മേളനം ഉണ്ടായി. ഒട്ടകത്തെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു. കദ്ദബത്ത് സമൂദ് ബിത്തഖ്വാഹ ഇദിം ബഅസ, ബാക്കിയെന്താ? അശ്ഖാഹ. ആ 9 ആളുകളും കൂടി ഒട്ടകത്തെ കൊല്ലാൻ അവരുടെ 9ന്റെയും നേതാവായ ഒരു അണ്ടർവേൾഡ് ഡോൺ അശ്ഖാ. ഖുർആൻ ആ ഒരു മനുഷ്യനെ കുറിച്ച് മാത്രം ആ ഒരു പ്രയോഗം പ്രയോഗിച്ച്. ഖുർആനിക ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ. ഫനാദൗ സ്വാഹിബഹും, ഈ കൊട്ടേഷൻ സംഘക്കാരൊക്കെ കൂടെ കൂടിയിട്ട് അവരുടെ നേതാവിനെ വിളിച്ചു വരുത്തി. അവർ ആ ഒട്ടകത്തെ അറുത്തു. രണ്ടും കൂടെ ഞാൻ ഒന്നിച്ച് വായിക്കാണ്. സൂറത്ത് ശംസും ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാണ്. ഫനാദൗ സ്വാഹിബഹും ഫതആതാ, അവർ അതിരുവിട്ടു. ഫഅഖറ, ഒട്ടകത്തെ അവർ അറുത്തു. പിന്നെ ബാക്കി എന്താ സൂറത്ത് ശംസ് പറഞ്ഞത്?
فدمدم عليهم ربهم بذنبهم فسواها. അടിച്ച് തകർത്ത് തരിപ്പണാക്കി നിരപ്പാക്കിനോ. ഇപ്പൊ ബാക്കി എന്തുള്ളത് അവിടെ? ആ കെട്ടിടങ്ങൾ മാത്രം. ഏത്? നമ്മളെ പഴയ ആർക്കിടെക്ചറുകൾ അവിടെ ഉണ്ട്. പോയി നോക്കിക്കോളി എന്നല്ല നമ്മളോട് പറഞ്ഞു. കാണ്ടോര് പോയി നോക്കിക്കോളി. ആ ചങ്ങാതിയുടെ പേര് ഖുദാർ ഇബ്നു സാരിഫി എന്നാണ്. ആരുടെ പേര്? ഈ അഷ്കയുടെ പേര്. നമ്മളിൽ ഖുദാർമാരില്ലാതിരിക്കട്ടെ. ഖുദാറിനെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ച് സ്വന്തം ശരീരം വരെ കൊടുത്തത് ആ കൂട്ടത്തിൽ ഒരാളുടെ ഭാര്യയോ സഹോദരിയോ. ഇത് സീനത്ത് എന്നാണ് അവളുടെ പേര്. സുന്ദരി നടക്കും. പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഞങ്ങളെ നേർവഴിയിൽ നയിക്കാനും കഴിയും. കരഞ്ഞ് കണ്ണടിച്ചിട്ട് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാനും കഴിയും. ആർക്ക്? നമ്മുടെ സഹോദരിമാർക്ക്. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് ശേഷം ഈ സമുദായത്തിലെ പുരുഷന്മാർക്ക് ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഫിത്ന അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളാണ്. അള്ളാഹ് എല്ലാ നന്മകളുടെയും പ്രചോദനവും ആരായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു പ്രചോദനം, പിൻബലം? ഖദീജ റളിയല്ലാഹു തആല അൻഹാ. മൂസ നബി അലൈഹി ഇസ്ലാമിന് ആരായിരുന്നു പിന്തുണ? ആസിയ റളിയല്ലാഹു തആല അൻഹാ. അല്ലേ? എല്ലാ നന്മകളുടെയും പ്രചോദനവും അവരിൽ നിന്നാണ്. തിന്മകൾക്ക് ആദം നബിയെ പ്രേരിപ്പിച്ചത് പോലും ഹവ്വയാണ് എന്ന് കിതാബുകളിൽ കാണാം. അതുകൊണ്ട് ഒരു ദുസ്വഭാവി ഇല്ലാതിരിക്കുക. ഫകൈഫ കാന അദാബി വനുദുർ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കാണി, അവരുടെ മേൽ ഞാൻ നടപ്പാക്കിയ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു? അവർക്ക് സ്വാലിഹ് നബി കൊടുത്ത താക്കീതുകളുടെ പരിണിത ഫലം എന്തായിരുന്നു എന്നൊന്ന് ആലോചിക്കുകയും. എന്താണ് സംഭവം അറിയോ? ഇന്നാ അർസൽനാ അലൈഹിം സ്വൈഹതൻ വാഹിദ. ഒരു ഘോരമായ ഒറ്റ അട്ടഹാസം ആകാശത്ത് നിന്ന് ഇടിപൊട്ടുമ്പോഴേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്നറിയോ? വയുസബ്ബിഹു റഅദു ബിഹംദിഹി വൽമലായികതു മിൻ ഖീഫതിഹി. ഇടിനാദം അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് ആ ശബ്ദം കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ ആ ശബ്ദം കേൾക്കുന്ന മലക്കുകൾ ഭയപ്പെട്ടു പോകുന്ന. നമുക്കൊരു പേടിയില്ല. സുബ്ഹാനല്ലദി യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽമലായികതു മിൻ ഖീഫതിഹി എന്നാണ് ഇടിനാദം കേൾക്കുമ്പോൾ പറയേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ലാവല വലഭവത്ത് എന്നും പറഞ്ഞു. നല്ലൊരു ദിക്റാണ്. ഒരു പ്രയാസമില്ല ദിക്റിന്, ഒരു വിധത്തിലുള്ള കുഴപ്പമില്ല. പക്ഷെ ഇടിനാദം കേൾക്കുമ്പോൾ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ദിക്ർ സൂറത്ത് റഅദിലെ ആയത്തിന്റെ ഭാഗം. സുബ്ഹാനല്ലദി യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽമലായികതു മിൻ ഖീഫതിഹി. ഇടിനാദം അവയുടെ ശബ്ദം കൊണ്ട് പുകഴ്ത്തുന്ന അല്ലാഹു പരിശുദ്ധനാകുന്നു. അത് കേൾക്കുമ്പോഴാവട്ടെ മലായികത്തുകൾ ഭയപ്പെടുകയും ചെയ്യുന്നു. നമുക്കൊരു പേടിയില്ലാതെ പോവാം. ഇന്നാ അർസൽനാ അലൈഹിം സ്വൈഹതൻ വാഹിദ. ഒരൊറ്റ ശബ്ദം. ഫകാനൂ കഹസീമിൽ മുഹ്തളർ. അവർ തൊഴുത്തിലെ വൈക്കോൽ തുരുമ്പ് പോലെയായി പോയി. ഹസീമ് ചണ്ടിമുണ്ടാരമായി പോയി. തിന്നതിന്റെ ബാക്കി എന്ന് പറഞ്ഞില്ലേ സുഹൃത്ത് ഫീല്, അതേ പ്രയോഗമാണ്. കഹസീമി മുഹ്തളർ. തിന്ന് വായിൽ നിന്ന് വീഴുന്ന വൈക്കോൽ തുരുമ്പ് പോലെയായി പോയി. വലഖദ് യസ്സർനൽ ഖുർആൻ. മുഅ്മിനീങ്ങളെ, വലഖദ് യസ്സർനൽ ഖുർആൻ വളരെ ലളിതമാണ്. ഇത് മനസ്സിലാക്കാൻ, ഈ ആശയം മനസ്സിലാക്കാൻ ഇതിനൊരു മൊയ്ലിയർ ആവശ്യമില്ല, ഇതിൻ്റെ പോലത്തെ ഒരാളെ ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോണിലുണ്ടതൊക്കെ. ഇതിൻ്റെ റിട്ടേൺ തെളിവുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. ഒന്നണ്ട് വിരൽ വെച്ചാൽ കിട്ടും. ആരെങ്കിലും തയ്യാറുണ്ടോന്ന്? ഇതൊക്കെയല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്നവനാണ് ഏറ്റവും മെച്ചപ്പെട്ടവൻ. അവനാണ് ഏറ്റവും നല്ലവനാവുക. വഅല്ലമഹു. അത് പഠിപ്പിക്കുന്നവന്റെ അവസ്ഥ അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്നാൽ അത് വലിയ ശമ്പളം കിട്ടുന്ന ജോലിയാണെന്നല്ല, അല്ലല്ലോ.
പിന്നെയോ ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മാറ്റം ഏറ്റവും ഉന്നതനായ ഉത്തമനായ ഒരാളാക്കി നമ്മളെ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും അല്ലാഹു മാറ്റും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുൻ ആലിമൻ ഔ താലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ. ഒന്നുകിൽ നിങ്ങളൊരു ഖുർആൻ പണ്ഡിതനാവണം, അല്ലെങ്കിൽ അത് പഠിക്കുന്ന ആളാവണം, അല്ലെങ്കിൽ അത് കേട്ടിരിക്കുകയും ചെയ്യണം. അതല്ലാതെ നിങ്ങൾക്കൊന്നും ഉണ്ടാവരുത് കേട്ടോ, അല്ലാതെ ഒന്നും ഉണ്ടാവരുത്. ആ അറിവിനെ സ്നേഹിക്കുന്നവനെങ്കിലും ആവണം. വലാത്തക്കൊൻ ഹാമിസ, ഇത് നാലിലൊന്നിലല്ലാതെ മറ്റൊന്നിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നന്നായി ഖുർആൻ പഠിക്കാൻ, അതിന് കുടുംബങ്ങളെ കൂടി കൊണ്ടുവരാൻ, ഇവിടേക്കനല്ല എല്ലാ ക്ലാസ്സിലേക്കും നമ്മുടെ കുട്ടികളെയും ഭാര്യമാരെയും കൂടി കൊണ്ടുവരാൻ, ഒരു നല്ല ഇസ്ലാമിക ഖുർആനിക കുടുംബം ജീവിതത്തിൽ നിലനിർത്താൻ വാർത്തെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.